ഇത്രേ ഉള്ളൂ. Which of the number below can be the difference of two terms of the arithmetic sequence എന്ന് ചോദിച്ചാലേ ഇതിൽ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കിട്ടിയാൽ ആദ്യം ചെയ്യേണ്ടത് ഇതിലെ കോമൺ ഡിഫറൻസ് ഏതാന്ന് നോക്കുക. ഇതിലെ കോമൺ ഡിഫറൻസ് ഏതാണ്? ഇതിലെ കോമൺ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? ഈ 60 10 മൈനസ് ചെയ്യണതാണ് കോമൺ ഡിഫറൻസ് എന്ന് പറയാം. സോ ഇവിടെ കോമൺ ഡിഫറൻസ് എത്രയാണ്? 6. ഈ 6ന്റെ മൾട്ടിപ്പിൾ ആയിട്ട് ഇതിൽ ഏതാ വരുന്നത്? 6ന്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ എഴുതി നോക്കുക. ഇതിൽ ഏതാണ് 6ന്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിളിൽ വരുന്നത്? 40 വരുന്നുണ്ടോ? ജസ്റ്റ് 6ന്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ ചെല്ലി നോക്കിയാൽ മതി. ക്വസ്റ്റ്യൻ ആണ് പഠിക്കുന്നത്. ഡിഫറൻസ് എന്ന് ചോദിച്ചാലാണ് അങ്ങനെ ചെയ്യേണ്ടത്. ക്ലിയർ അല്ലേ? സോ ഇത് 6ന്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിളിൽ ഇല്ല. 51 6ന്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിളിൽ ഉണ്ടോ? ഇല്ല. 48 ഉണ്ടോ? യെസ്. സോ ഓപ്ഷൻ സി ആണ് ആൻസർ. വെരി സിമ്പിൾ ആണ്. അവിടെ പഠിക്കേണ്ടത് ഇതാണ്, അല്ലാതെ 48 ആണ് നല്ല പഠിക്കേണ്ടത്. കോമൺ ഡിഫറൻസിന്റെ മൾട്ടിപ്പിൾ ഏതാണ് വരുന്നത് അതാണ് പഠിക്കേണ്ടത്. ക്ലിയർ അല്ലേ? യെസ്. ക്വസ്റ്റ്യൻ നമ്പർ 2. ക്വസ്റ്റ്യൻ നമ്പർ 2 പ്രോബബിലിറ്റിയിൽ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 2. ഇതിൽ ഷെയ്ഡ് ചെയ്ത ഭാഗത്ത് വരാനുള്ള പ്രോബബിലിറ്റി ചോദിച്ചാലേ ഈ പിക്ചറിനെ ഈക്വൽ പാർട്ടാക്കി ഡിവൈഡ് ചെയ്യുക. ഫോർ എക്സാമ്പിൾ ഇതിൽ എത്ര ഷെയ്ഡഡ് ഉണ്ട്? ഇതിൽ ഷെയ്ഡ് ചെയ്ത് എത്ര ട്രയാങ്കിൾ ഉണ്ട്? ഇതാ 1 2 രണ്ടെണ്ണാണ് ഷെയ്ഡ് ചെയ്തത്. അത് മുകളിൽ എഴുതുക. ക്ലിയർ ആണോ? ടോട്ടൽ ഇതിൽ എത്ര ട്രയാങ്കിൾ ഉണ്ട്? 4. അത് താഴെയും എഴുതുക. ക്ലിയർ അല്ലേ? 2/4 എന്ന് കിട്ടും. 2ൽ എത്ര 2 ഉണ്ട്? 1. ഒന്ന് ജസ്റ്റ് ഒന്ന് പകുതിയാക്കുക. 4ലോ 2. സോ വാട്ട് ഈസ് ആൻസർ? 1/2. ഒപ്പം ചെയ്യട്ടോ. ക്വസ്റ്റ്യൻ പേപ്പറിൽ ചെയ്താൽ മതി. ഒപ്പം എന്നാലേ പഠിയുള്ളൂ. അല്ലാതെ വെറുതെ നോക്കിയിരുന്നാൽ ക്ലിയർ ആവില്ല. ക്വസ്റ്റ്യൻ നമ്പർ 3. ഒരു അരിതമെറ്റിക് സീക്വൻസിന്റെ ഓൾജിബ്രായിക് ഫോം തന്നിട്ടുണ്ട്. 4n-3 എന്നാണ് തന്നിട്ടുള്ളത്. xn is equal to 4n-3 എന്നാണ് തന്നിട്ടുള്ളത്. ക്ലിയർ അല്ലേ? ഇതിലെ ഫസ്റ്റ് ടേം കാണാനേ n-ന്റെ പ്ലേസിൽ 1 കൊടുത്താൽ മതി. n-ന്റെ പ്ലേസിൽ 1 കൊടുത്താൽ എന്ത് കിട്ടും? ഫസ്റ്റ് ടേം. സോ 4 × 1 എന്താ? 4 മൈനസ് 3. What is the first term? 1. ക്ലിയർ അല്ലേ? അല്ലെങ്കിൽ 4 3 മൈനസ് ചെയ്താൽ മതി. അല്ലെ ഇവിടെ പ്ലസ് ആണെങ്കിൽ 4ഉം 3ഉം ആഡ് ചെയ്താൽ മതി. ഇനി സെക്കൻഡ് ടേം നമ്മൾ കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല. വേണമെങ്കിൽ കണ്ടുപിടിക്കാം. n-ന്റെ പ്ലേസിൽ 2 കൊടുത്ത സെക്കൻഡ് ടേം കിട്ടും. കോമൺ ഡിഫറൻസ് എത്രയെന്ന് ചോദിച്ചാൽ ചെയ്യേണ്ടത് എന്താണെന്നറിയോ? ഈ n-ന്റെ ഒപ്പമുള്ള ആളെ എഴുതുക. n-ന്റെ ഒപ്പമുള്ള ആൾ ആരാണ്? 4. സോ ഈ അരിതമെറ്റിക് സീക്വൻസ് നിങ്ങൾ പറഞ്ഞ ഫസ്റ്റ് ടേം ഏതാ? പറടാ. 1. കോമൺ ഡിഫറൻസ് എത്ര? 4. അപ്പൊ രണ്ടാമത്തെ ടേം ഏതായിരിക്കും? 5. ഇതെങ്ങനെ 5 കിട്ടിയതെന്ന് മനസ്സിലായോ? കോമൺ ഡിഫറൻസ് 4 ആണ്. അപ്പൊ 1 + 4 5. വീണ്ടും ഒരു 4 ആഡ് ചെയ്യുക. അപ്പൊ എത്ര വരിക? 9. വീണ്ടും ഒരു 4 ആഡ് ചെയ്യുക. എത്ര വരിക? 13. ഇനി സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഇതിനെ എന്താണ് റിമൈൻഡർ എന്നാണ് ചോദിച്ചത്. ഇതിനെ കോമൺ ഡിഫറൻസോട്ട് ഡിവൈഡ് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ടേമിനെ കോമൺ ഡിഫറൻസോട്ട് ഡിവൈഡ് ചെയ്യുക. എന്നിട്ട് അതിന്റെ റിമൈൻഡർ എന്താണെന്ന് ചോദിച്ചാൽ ഇതാ ഞാൻ ഒരു 13നെ ഡിവൈഡ് ചെയ്തു കോമൺ ഡിഫറൻസോട്ട്. എത്ര വരിക? 3 വരും. 3 × 4 എത്ര? 12. ഇവിടെ കിടക്കണ ഇയാളെ പറയുന്ന പേരാണ് റിമൈൻഡർ. അപ്പൊ ഇതിൽ റിമൈൻഡർ ഏതാണ്? 1. അപ്പൊ ഇനി ഒരാൾക്ക് ഡൗട്ട് ഉണ്ടാവും, സാർ എന്താ 13 ചെയ്ത് നമുക്ക് എന്താ 9 ചെയ്താലും കുഴപ്പമില്ല. 9 ചെയ്താലും സെയിം ആൻസറാ വരിക. 9 4 ഡിവൈഡ് ചെയ്താൽ നോക്കൂ എന്താ വരിക? റിമൈൻഡർ 1 തന്നെയല്ലേ വരുന്നത്. എല്ലാം സെയിം തന്നെ ആയിരിക്കും വരിക. സോ റിമൈൻഡർ ചോദിച്ചാൽ എന്താ ചെയ്യേണ്ടത് മനസ്സിലായില്ലേ? ക്ലിയർ അല്ലേ? യെസ്. തേർഡ് ക്വസ്റ്റ്യൻ ക്ലിയർ അല്ലേ? റിമൈൻഡർ ചോദിച്ചാൽ ആദ്യം അരിതമെറ്റിക് സീക്വൻസ് എഴുതുക. അതിനെ കോമൺ ഡിഫറൻസോട് ഡിവൈഡ് ചെയ്തിട്ട് റിമൈൻഡർ എന്താ വരുന്നതെന്ന് ചെക്ക് ചെയ്യുക. ഓക്കെ ആണോ? യെസ്. ക്വസ്റ്റ്യൻ നമ്പർ 4.
ക്വസ്റ്റ്യൻ നമ്പർ 4, which of the following triangle can be lateral face എന്നാണ് ക്വസ്റ്റ്യൻ. ഇതിൽ ചെയ്യേണ്ട എന്താണെന്നറിയോ? ലാറ്ററൽ ഫേസിന്റെ പ്രത്യേകത എന്താണെന്നറിയോ? അതിലെ ബേസ് ആംഗിൾ, ഇതാണ് ബേസ് ആംഗിൾ, ഈ സാധനമാണ് ബേസ് ആംഗിൾ. ഇത് 45 ഡിഗ്രിയേക്കാൾ കൂടുതൽ വരണം. ഇത്രേ ഉള്ളൂ. ലാറ്ററൽ ഫേസ് ഏതാണ് ആവുക എന്ന് ചോദിച്ചാലേ ആ ബേസ് ആംഗിൾ ഇല്ലേ, ബേസ് എന്ന് പറഞ്ഞാൽ താഴത്തെ ആംഗിൾ ഇല്ലേ, അത് 45 ഡിഗ്രിയേക്കാൾ കൂടുതൽ വരുന്നത് ഏതാ നോക്കുക. ഏതാണ് ഇതിൽ 45 ഡിഗ്രിയേക്കാൾ കൂടുതൽ വരുന്നത്? ഓപ്ഷൻ ഡി. ക്ലിയർ അല്ലേ? അപ്പൊ ഇതാണ് പഠിക്കേണ്ടത്. ലാറ്ററൽ ഫേസിലെ ബേസ് ആംഗിൾ 45 ഡിഗ്രിയേക്കാൾ കൂടുതലായിരിക്കും. 45 വരാൻ പറ്റുമോ? 45 പറ്റുമോ? 45 പറ്റുമോ? ഇല്ല. 45നേക്കാൾ എന്താവണം? കൂടുതലാവണം. സിമ്പിൾ ക്വസ്റ്റ്യൻ. ബേസ് ആംഗിൾ എന്തായാൽ മതി? 45 ഡിഗ്രിയേക്കാൾ കൂടുതൽ വരുന്ന ഏതാ നോക്കുക. ക്ലിയർ ആണോ? യെസ്. വെറുതെ ഇരുന്നിട്ട് കാര്യമല്ല, എന്നെ ഒപ്പം ചെയ്തോളൂ കേട്ടോ. ആ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇങ്ങനെ ചെയ്തു പോയാൽ മതി. അടുത്ത ക്വസ്റ്റ്യൻ, ഇത് വെരി സിമ്പിൾ ആണ്, ഇത് ചെയ്യേണ്ട ആവശ്യമില്ല. ഇന്റർസെക്റ്റ് എക്സ് ആക്സിസ് എന്ന് വെച്ചാൽ ഇതിന്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കുകയാണ്, ചെയ്യേണ്ട ആവശ്യമില്ല. നേരെ നോക്കിയിരുന്നോളൂ. വെരി 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 ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 6ന്റെ അവിടെ എഴുതി വെച്ചോളൂ. വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ നമ്പർ 6ന്റെ അവിടെ എഴുതി വെച്ചോളൂ. വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഇങ്ങനെയാണ് മക്കളെ ചെയ്യുക. നോക്കിക്കോളൂ കേട്ടോ, എൻ്റെ കൂടെ ചെയ്തോളൂ. ഇത് നിർബന്ധമായിട്ടും പഠിക്കേണ്ട ക്വസ്റ്റ്യൻ ആണ്. 100% ഷുവർ ക്വസ്റ്റ്യൻ ആണ്. എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും ഈ ക്വസ്റ്റ്യൻ ഉണ്ട്. ഇത് പബ്ലിക് എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉള്ള മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. ഇങ്ങനെയാണ് 5th ടേമിന്റെ കൂടെ എഴുതുക. 5th ടേം 10. ക്ലിയർ അല്ലേ? അതെവിടുന്ന കിട്ടിയത്? ഇതാ കണ്ടോ, 5th ടേം 10. സിമ്പിൾ അല്ലേ? ഇനി 11th ടേം എത്രയാണ്? 11th ടേം എത്രയാണ്? പറയടാ. 11th ടേം എത്രയാണ്? 30. ക്ലിയർ അല്ലേ? ഇനി ഇവിടെ 23rd ടേമാ ചോദിച്ചത്. അപ്പൊ ഇതിങ്ങനെ കൂട്ടി കൂട്ടി പോവുക. എപ്പോഴാണ് 23 കിട്ടുന്നത് നോക്കുക. 5ന്റെ കൂടെ എത്ര കൂട്ടിയപ്പോഴാണ് 11 ആയത്? 6. അപ്പൊ വീണ്ടും ഒരു 6 കൂട്ടുക. അപ്പൊ എത്ര വരിക? 17 വരും. മനസ്സിലായോ? 5ന്റെ കൂടെ ഒരു 6 കൂട്ടിയപ്പോഴാണ് 11 ആയത്. മനസ്സിലായോ? അതിന്റെ കൂടെ വീണ്ടും ഒരു 6 കൂട്ടി, അപ്പൊ 17 ആയി. ഈ 17ാമത്തിന്റെ ആൻസർ എത്രയായിരിക്കും? 10. 10 30 ആയി. 30ന്റെ എന്താകുക? 15. ക്ലിയർ ആണോ? അല്ലേ? ഇനി വീണ്ടും എത്ര കൂട്ടണം? 5 11 ആയി. 11 17 ആയി. എത്ര കൂട്ടണം? 23. എത്ര വരിക? 17. ഇത് കിട്ടാൻ എന്തെങ്കിലും ഇക്വേഷൻ യൂസ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഇതാണ് ലോജിക്ക്. ക്ലിയർ അല്ലേ? ഇതിനെ പറയുന്ന പേരാണ് ലോജിക്കൽ ക്വസ്റ്റ്യൻ ആണ്. ഇങ്ങനെ ലോജിക് ആയിട്ടാണ് ക്വസ്റ്റ്യൻ വരിക. മൊത്തം ഇക്വേഷൻ അപ്ലൈ ചെയ്യാനൊന്നല്ല വരിക. അല്ലാതെ മൊത്തം ഇക്വേഷൻ ബൈഹാർട്ട് പഠിച്ചാലൊന്നും കിട്ടൂല. ഇങ്ങനെ കുറെ ലോജിക് ക്വസ്റ്റ്യൻ വരും. ഇനി സിമ്പിൾ ആണ്. 27 ടേംസിന്റെ സമ്മ് ചോദിച്ചാല്, സമ്മ് എന്ന് പറഞ്ഞ തുക, സമ്മ് ചോദിച്ചാല് S27 എഴുതുക. 27 ടേംസിന്റെ സമ്മ് ചോദിച്ചാൽ എന്താ എഴുതുക? S27 എഴുതുക. 27/2 എന്ന് എഴുതുക. ക്ലിയർ ആണോ? എന്നിട്ട് ഫസ്റ്റ് ടേമും എഴുതുക, ലാസ്റ്റ് ടേമും എഴുതുക. കണ്ടോ, 27 ടേംസിന്റെ സമ്മ് പറഞ്ഞ ലാസ്റ്റ് ടേം ഏതേക്കാരം വരിക? X27 വരിക. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? അങ്ങനെയാണെങ്കിൽ ഞാൻ വെറുതെ ചോദിക്കുകയാണ്, 30 ടേംസിന്റെ സമ്മ് കാണാൻ ഇക്വേഷൻ എന്തായിരിക്കും? നിങ്ങളൊന്ന് വെറുതെ പറഞ്ഞ. S30 is equal to 30/2 into x1 plus x30. ക്ലിയർ ആണോ? ഇനി ചെയ്യേണ്ടത് ഇതാണ്. ഇതിലെ ഫസ്റ്റ് ടേം നിങ്ങൾക്ക് അറിയുമോ? ഈ ഫസ്റ്റ് ടേമിന്റെ അവിടെ എന്ത് കൊടുക്കണം നിങ്ങൾക്ക് അറിയുമോ? ഇല്ല. 27 ടേംസും അറിയില്ല. അങ്ങനെ വരുന്ന സിറ്റുവേഷനുകളിൽ ഈ രണ്ടെണ്ണം നിങ്ങൾക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ 100% എഴുതി ഉറപ്പിച്ചു വെച്ചോളൂ. അത് പെയർ സം ആയിരിക്കും, മാല ക്വസ്റ്റ്യൻ ആയിരിക്കും. ഇങ്ങനെ മാല ഇട്ട് കൊടുക്കലില്ലേ? ഇവിടെ എത്ര മാല വരിക? 1 27 എത്ര? 28.
അതേ മാലതിന്റെ ഉള്ളിൽ എവിടെയെങ്കിലും ഉണ്ടോ നോക്കുക. 28 ഇതിൽ ഏതെങ്കിലും രണ്ടെണ്ണം ആഡ് ചെയ്താൽ കിട്ടുന്നുണ്ടോ നോക്കുക. ഏതെങ്കിലും രണ്ടെണ്ണം ഇത് രണ്ടും ആഡ് ചെയ്താൽ 28 കിട്ടുന്നുണ്ട്, കിട്ടുന്നില്ലേ? ഇത് രണ്ടും ആഡ് ചെയ്താലും 28 കിട്ടുന്നില്ലേ? അപ്പൊ ഒന്നുമില്ലെങ്കിൽ 30ഉം 50ഉം ആഡ് ചെയ്തത് അവിടെ എഴുതി വെക്കുക, അല്ലെങ്കിൽ 10ഉം 70ഉം ആഡ് ചെയ്തത് എഴുതി വെക്കുക. ഏത് വേണമെങ്കിലും എഴുതി വെക്കാം. സോ ഇങ്ങനെ ആയിരിക്കും കിട്ടുക 27/2. എന്താ എഴുതുക? 10/70 എന്നാ എഴുതുക, 30/50 എന്നാ എഴുതുക. ഏതും എഴുതാം, രണ്ടും സെയിം ആണ്. കണ്ടോ, 11ഉം 17ഉം ആഡ് ചെയ്താലും 28 കിട്ടണ്, 5ഉം 23ഉം ആഡ് ചെയ്താലും 28 കിട്ടണ്. മനസ്സിലായോ? 28 കിട്ടുന്ന ഏത് വേണമെങ്കിലും എഴുതാം, 28 കിട്ടുന്ന ഏത് വേണമെങ്കിലും എഴുതാം. ക്ലിയർ അല്ലേ? സോ ഇവിടെ ഏതാ എഴുതുക? 10+70 എഴുതാം. ഇനി ഒരാളെ ഈ 10+70 എഴുതുന്നതിന്റെ പകരം 30+50 എഴുതി, എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഇല്ല. സോ 27/2 ഇതിന്റെ കൂടെ ചെയ്യണം കേട്ടോ. 27/2 10+70 എത്ര വരിക? 80 എന്ന് വരും. ക്ലിയർ അല്ലേ? 80നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക, ആൻസർ എത്ര കിട്ടുക? 80നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്ത ആൻസർ എത്ര കിട്ടുക? 40. സോ 27 × 40 മൾട്ടിപ്ലൈ ചെയ്യുക, ആൻസർ കിട്ടും. എത്ര കിട്ടണ? 27 × 40 ചെയ്താൽ എത്ര കിട്ടുക? 1080. 1080 എന്ന് കിട്ടും. ക്ലിയർ അല്ലേ? ക്ലിയർ അല്ലേ? ബുദ്ധിമുട്ടില്ലല്ലോ? ചെയ്ത പ്രോസസ് എന്താന്ന് മനസ്സിലായോ? എന്തുകൊണ്ടാണ് ഇത് പെയർ ആക്കിയത്? ഫസ്റ്റ് ടേം തന്നിട്ടില്ല, ലാസ്റ്റ് ടേം തന്നിട്ടില്ല. അങ്ങനെ തരാത്ത സിറ്റുവേഷനുകളിൽ പെയറാണ് എടുക്കേണ്ടത്, ഇങ്ങനെ മാലിട്ടിട്ടാണ് ചെയ്യേണ്ടത്. ഇത് 100% ഷുവർ ക്വസ്റ്റ്യൻ ആണ്. സമ്മ് കാണാനാണ് കൺഫ്യൂഷനായി പല രൂപത്തിൽ ചോദിക്കുക. അതിലൊരു ടൈപ്പാണ് ഇത്. അടുത്ത ടൈപ്പ് ഞാൻ പറഞ്ഞുതരാം. ഇനി സമ്മ് കാണുന്ന വേറെ ടൈപ്പ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. നേരെ നോക്കിക്കോളൂ കേട്ടോ. ഇതിലും സമ്മ് കാണാൻ തന്നെയാണ്, പക്ഷെ ഇക്വേഷൻ വേറെയാണ്. ഇതാണ് ഞാൻ പറഞ്ഞത്, ഓരോന്നിനും ഓരോ ഇക്വേഷൻ ആണ്. അത് എങ്ങനെ മനസ്സിലാക്കുക എന്നാണ് പറഞ്ഞു തരുന്നത്. ഇതും സമ്മ് കാണാനുള്ള ക്വസ്റ്റ്യൻ തന്നെയാണ്, പക്ഷെ ഇക്വേഷൻ വേറെയാണ്. നേരെ നോക്കിക്കോട്ടോ. സം ഓഫ് എന്ന് പറഞ്ഞാൽ ആഡ് ചെയ്യണം. ഏതൊക്കെയാണ് ആഡ് ചെയ്യേണ്ടത്? 7th ടേം എന്ന് പറഞ്ഞാൽ x7. ക്ലിയർ ആണോ? 15th ടേം എന്ന് പറഞ്ഞാൽ എന്താണ്? x15. എത്രയാണ് സമ്മ് വരുന്നത്? 50. ക്ലിയർ ആണോ? ഇങ്ങനെ എവിടെ മാല വന്നാലും നിങ്ങളോട് ഞാൻ എന്ത് ഇടണമെന്നാ പറഞ്ഞത്? മാല ഇട്ട് വെക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ ഇവിടെ മാല ഇട്ട് വെക്കുക. എത്രയാണ് മാല വരുന്നത്? നിങ്ങളൊന്ന് പറഞ്ഞ 20 പറയടാ 22. ക്ലിയർ അല്ലേ? നിങ്ങൾക്ക് ഒന്നും അറിയില്ല, നിങ്ങളിലും ഇങ്ങനെ ഒരു മാല ഇട്ട് വെക്കുക. ഇതിന് ബുദ്ധിമുട്ടുണ്ടോ? യെസ്. ഇനി 11th ടേം ഏതാണെന്നാ ചോദിച്ചത്? 11th ടേം ഏതാണെന്നാ ചോദിച്ചത്? നേരെ നോക്കിക്കോട്ടോ. 11th ടേം എന്താന്നാ ചോദിച്ചത്? ഇവിടെ മാല ഉണ്ടോ? അപ്പൊ നമ്മൾ വീണ്ടും 11 തന്നെ എഴുതുക. ഇത് 22 തന്നെയാണോ? ആണോ? അങ്ങനെയാണെങ്കിൽ ഈ ആൻസറും സെയിം ആയിരിക്കും. മാല സെയിം ആണെങ്കിൽ ആൻസറുകൾ എന്തായിരിക്കും? സെയിം ആയിരിക്കും. മാല സെയിം ആണോ? ആൻസർ എന്തായിരിക്കും? സെയിം. കണ്ടോ, ഇവിടെ 22 ഇവിടെ എന്തെന്നെ വരിക? സെയിം ആണ് വരിക. x11 കൂട്ടിയാൽ എത്രയാണ്? 2x11 അല്ലെ? തേങ്ങയും കൂട്ടിയാൽ എന്താ? 2 തേങ്ങ. മാങ്ങി കൂട്ടിയാൽ എന്താ? 2 മാങ്ങ. x11 കൂട്ടിയാൽ എന്താണ്? 2x11. ക്ലിയർ അല്ലേ? 2x11 എന്ന് പറഞ്ഞാൽ 50 ആണ്. ഇതെങ്ങനെ ഒരു x11 കാണും? 2x11 15 ആണ്. ഒരു x11 എങ്ങനെയാ കാണുക? x11 മാത്രം കാണാനായി ഈ ഇൻറ്റു 2 ഇല്ലേ, അങ്ങോട്ട് വരുമ്പോ എന്താ വരിക? /2 എന്ന് വരും. ക്ലിയർ ആണോ? 2x11 ആണ് 50, ഒരു x11 25. അങ്ങനെ ചിന്തിച്ചാലും മതി. 2x11 50 ആണെങ്കിൽ ഒരു x11 എത്ര വരിക? 25. ക്ലിയർ ആണോ? 2x11 50,
ഒരു x11 25. ക്ലിയർ ആണോ? യെസ്. വെറുതെ ഇരുന്നിട്ട് കാര്യമില്ല, എൻ്റെ കൂടെ എഴുതിക്കോളൂ കേട്ടോ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ് ഇനി ചെയ്യുന്നത്. ഇതിന്റെ 30th ടേം ആണ് കാണേണ്ടത്. ഇത് നമ്മൾ ഏതിൽ ചെയ്തിട്ടുണ്ട്? നമ്മൾ മറ്റേത് ചെയ്തപ്പോ ചെയ്തില്ലേ? ഏത് സ്റ്റാറ്റ് ചെയ്തപ്പോ ചെയ്തില്ലേ? 30th ടേം കാണാൻ x30 എഴുതുക. ബുദ്ധിമുട്ടുണ്ടോ? ഇനി എന്താ ചെയ്യേണ്ടത്? ഇവിടെ തന്നതാരാ? x11. നമ്മൾ ഇങ്ങനെ തന്നെ സ്റ്റാറ്റിൽ ചെയ്തിരുന്നത്. നേരെ മുമ്പെല്ലാം എടുത്ത് എഴുതിയിരുന്നില്ലേ? x11 എന്നെഴുതുന്നു. ഇനി ഇവിടെ എത്ര d എഴുതണം? 2d. എങ്ങനെയാ 2d ആണെന്ന് മനസ്സിലായത്? ഈ 13 11 മൈനസ് ചെയ്താൽ മതി. ഇതാണ് സ്റ്റാറ്റിൽ ചെയ്തിരുന്നത്. ക്ലിയർ അല്ലേ? മനസ്സിലായോ? x11 എന്ന സ്ഥലത്ത് എന്ത് കൊടുക്കണം? x11 എന്ന സ്ഥലത്ത് എന്ത് കൊടുക്കണം? 25. ക്ലിയർ അല്ലേ? 2d. d എന്ന് പറഞ്ഞാൽ ഇതാ 3 ആണെന്ന് ഇവിടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ 2d എത്ര? d എന്ന് പറഞ്ഞാൽ 3. 2d എത്ര? 6. ക്ലിയർ ആണോ? d എന്ന് പറഞ്ഞാൽ 3. d എന്ന് പറഞ്ഞാൽ 3. 2d എന്ന് പറഞ്ഞാൽ എത്ര? 6. സോ 25ഉം 6ഉം കൂട്ടിയാൽ എത്രയാണ്? 31. ക്ലിയർ ആണോ? യെസ്. സി ക്വസ്റ്റ്യൻ നോക്കൂ. നല്ല ടഫ് ക്വസ്റ്റ്യനുകളാട്ടോ ചെയ്യുന്നത്. സി ക്വസ്റ്റ്യൻ നോക്കൂ. 25 ടേംസിന്റെ സമ്മ് കാണണം. 25 ടേംസിന്റെ സമ്മിന് എന്താ പറയാ? S25 എന്ന് പറയാ. എന്താ പറയാ? S25 എന്ന് പറഞ്ഞാൽ 25 ടേംസിന്റെ സമ്മിനെ പറയുന്ന പേരാണ് S25. ഇങ്ങനെ സമ്മ് ചോദിച്ചാൽ നിങ്ങൾ ആദ്യം നോക്കേണ്ടതേ 25ന്റെ മിഡിലിൽ കിടക്കുന്ന ടേം ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടോ നോക്കുക. 25ന്റെ മിഡിലിൽ കിടക്കുന്ന ടേം ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടോ നോക്കുക. ഞാൻ പോകുമ്പോ ആക്കി തരാം. പറഞ്ഞ മതിനോ? 25 ടേംസിന്റെ സമ്മ് ചോദിച്ചാൽ ചെയ്യേണ്ടത് എന്താണെന്നറിയോ? കാരണം ഇതില് വേറെ ഒന്നും തന്നിട്ടില്ലെങ്കിൽ ഈ മിഡിൽ ടേം തന്നിട്ടുണ്ടോ നോക്കുക. 25 ആളെ മിഡിൽ എങ്ങനെ കാണുക? 5 ആളെ മിഡിൽ എങ്ങനെ കാണുക? അതിന്റെ കൂടെ 1 കൂട്ടുക. 6. മൂന്നാമത്തെ ആയിരിക്കും മിഡിൽ. മനസ്സിലായോ? 5 ആളെ മിഡിൽ ചോദിച്ചാല് 5 ആളെ മിഡിൽ എങ്ങനെ കാണുക? അതിന്റെ കൂടെ 1 കൂട്ടുക. 6. അതിന്റെ പകുതിയൊക്കെ. 9 ആളെ മിഡിൽ എങ്ങനെയായിരിക്കും കാണുക? നമ്മളൊന്ന് പറഞ്ഞോ. 9 ആളെ മിഡിൽ എങ്ങനെ കാണുക? എത്രാമത്തെ ആളെങ്ങനെ മിഡില്? 5ാമത്തെ. അങ്ങനെയാണെങ്കിൽ 25 ആളെ മിഡിൽ എത്ര? 13. കണ്ടോ? മിഡിൽ ടേം തന്ന ക്വസ്റ്റ്യൻ ആണിത്. മനസ്സിലായോ? ഇവിടെ നേരെ മുകളിൽ മനസ്സിലാക്കണം. ആക്ച്വലി ഇത് എന്താണ്? മിഡിൽ ടേം ആണ്. മിഡിൽ ടേം തന്നു കഴിഞ്ഞാൽ സമ്മ് കാണാൻ ഒരു ഇക്വേഷൻ ഉണ്ട്. എഴുതി വെച്ചോളൂ. Sn = n × മിഡിൽ ടേം. എന്താ ഇക്വേഷൻ? Sn = n × മിഡിൽ ടേം. പഠിച്ചു വെച്ചോളൂ. മിഡിൽ ടേം തന്നു കഴിഞ്ഞാൽ സമ്മ് കാണാനുള്ള ഇക്വേഷൻ ഇതാണ്. Sn = n × മിഡിൽ ടേം. എക്സാമിന് റിപ്പീറ്റ് ആയി ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. മിഡിൽ ടേം എന്ന സമ്മ് കാണാനുള്ള ഇക്വേഷൻ എന്താണ്? Sn = n × മിഡിൽ ടേം. എന്താ ഇക്വേഷൻ? ഈ എത്ര ടേംസിന്റെ സമ്മ കാണുന്നുണ്ട്? 25. സോ എന്നിന്റെ അവിടെ എന്താ കൊടുക്കണ്ടത്? 25. ക്ലിയർ ആണോ? വെറുതെ ഇരിക്കരുത്, എഴുതണം. വീണ്ടും ഇവിടെ n ഉണ്ട്. എന്നിന്റെ അവിടെ എന്താ കൊടുക്കണ്ടത്? 25. ക്ലിയർ ആണോ? മിഡിൽ ടേം ഉള്ളിടത്ത് എത്ര കൊടുക്കണ്ടത്? 31. ഇത്രയും സിമ്പിൾ ആണ്. ഇതിനാണ് 4 മാർക്ക്. ക്ലിയർ അല്ലേ? സോ 25ഉം 31ഉം മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പൊ നിങ്ങൾക്ക് ആൻസർ കിട്ടും. 25ഉം 31ഉം മൾട്ടിപ്ലൈ ചെയ്യാൻ നിങ്ങൾക്ക് ആൻസർ കിട്ടും. എത്രയാണ്? പിന്നെ അപ്പൊ നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലാവുക? ഇവിടെ നേരത്തെ ഞാൻ ചെയ്തത്
സമ്മ് ചോദിച്ചപ്പോ വേറെ ഇക്വേഷൻ ആണ്, ഇപ്പൊ ഞാൻ ചെയ്തത് വേറെ ഇക്വേഷൻ ആണ്. അതെങ്ങനെ നിങ്ങൾക്ക് മനസ്സിലാവുക? ഇത് മനസ്സിലാക്കേണ്ട എങ്ങനെയാണെന്നറിയോ? 25ന്റെ മിഡിലില് ക്വസ്റ്റ്യനിൽ എവിടെയെങ്കിലും തന്നിട്ടുണ്ടോ നോക്കുക. തന്നിട്ടുണ്ടെങ്കിൽ ഇതാ എന്താ ഇക്വേഷൻ? Sn ഈസ് ഈക്വൽ ടു n ഇൻറ്റു മിഡിൽ ടേം. സമ്മ് കാണാൻ ഇപ്പൊ 2 ഇക്വേഷൻ പഠിച്ചു. ഏതൊക്കെ ഇപ്പൊ 2 പഠിച്ച്? ഒന്ന് ഇത് രണ്ടും മാറി മാറി ചോദിക്കും. റെഡി അല്ലേ? യെസ്. ഇനി അടുത്തത് ഇത് ചെയ്യണില്ല കേട്ടോ. അടുത്തത് ഇമ്പോർട്ടൻ്റ് ചെയ്തു പോവാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. ക്വസ്റ്റ്യൻ നമ്പർ ഇതും ചെയ്യണില്ല. ഇമ്പോർട്ടൻ്റ് ചെയ്തു പോവാം. ഇത് അറിയുന്നതല്ലേ? സ്റ്റാറ്റ് അറിയുന്നതല്ലേ? ചെയ്യണോ? വേണ്ട. ഇത് നേരെ നോക്കിക്കോളൂ കേട്ടോ. ഇത് നേരെ ശ്രദ്ധിച്ചോളൂ. ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. നേരെ ശ്രദ്ധിച്ചോളൂ. ഇവിടെ ഈ പി എന്ന പോയിന്റ് ആണ് കാണേണ്ടത്. ഈ പി എക്സ് ആക്സിസിൽ ഇങ്ങനെ ടച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ എക്സ് ആക്സിസിൽ ടച്ച് ചെയ്താലേ അതിന്റെ പേര് x0 എന്നായിരിക്കും. റെഡിയല്ലേ? എക്സ് ആക്സിസിൽ ടച്ച് ചെയ്തതിന്റെ പേരെന്തേക്കാരം? x0. നേരെ മറിച്ച് അത് ഇവിടെയാണെങ്കിൽ പേര് 0y എന്നേക്കാരം പേര്. മനസ്സിലായോ? യെസ്. അവിടെ തരാത്തോണ്ട് അവിടെ പറയുന്നില്ല. ഈ പിയുടെ പേരെന്തായിരിക്കും? x0. പഠിച്ചു വെച്ചോളൂ. എന്താണ് പേര്? ഇനി ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ തന്നാൽ എന്റെ കുട്ടികൾ ആദ്യം എന്ത് ചെയ്താൽ മതി എന്നറിയോ? ഇതിന്റെ സ്ലോപ്പ് കണ്ടുപിടിക്കുക. സ്ലോപ്പ് എങ്ങനെ കാണുക എന്ന് ഓർമ്മ ഉണ്ടോ? ഇങ്ങനെയാണ് സ്ലോപ്പ് കാണുക. എം എന്ന് എഴുതുക. ഇത് വെരി ഇമ്പോർട്ടന്റ് ആണ്. സ്ലോപ്പാണ് ഈ ക്വസ്റ്റ്യൻ എന്ന് മനസ്സിലാക്കലാണ് ടാസ്ക്. മനസ്സിലായോ? സോ എങ്ങനെയാണ് ചെയ്യുക? ഇതിന്ന് ഇത് മൈനസ് ചെയ്യുക. ക്ലിയർ ആണോ? ഏത് 3 -2 ചെയ്യുക. 3 മൈനസ് ചെയ്യണം. ആരെ മൈനസ് ചെയ്യേണ്ടത്? -2നെ. അടുത്തതോ 6 1 മൈനസ് ചെയ്യണം. സ്ലോപ്പ് കാണാൻ 6 1 മൈനസ് ചെയ്യണം. ഒന്ന് പറഞ്ഞ ആൻസർ എത്ര? 2 മൈനസുകൾ അടുത്ത് വന്നത് പ്ലസ് ആവും. സോ ഇവിടെ 5 വരും. താഴെയോ 5 വരും. 5/5 എത്ര വരിക? 1. സോ ഇതിന്റെ സ്ലോപ്പ് എത്ര? ഇപ്പൊ ഈ ലൈനിന്റെ സ്ലോപ്പ് എത്ര കിട്ടിയത്? 1. പക്ഷെ നമുക്ക് ഇവിടെ കാണേണ്ടത് ഈ പിയുടെ കോർഡിനേറ്റ് ആണ്. പി എന്ന് പറഞ്ഞാൽ എക്സ് അല്ലേ? സോ അത് കാണാൻ നമ്മൾ വീണ്ടും ഇപ്പൊ ഇത് തമ്മിലുള്ള സ്ലോപ്പ് നമ്മൾ കണ്ടത്. ഇത് തമ്മിലുള്ള സ്ലോപ്പ് വീണ്ടും കാണണം. ഏതൊക്കെയാണ് 2 പോയിന്റ്? x0 1 - 2 തമ്മിലുള്ള സ്ലോപ്പും കാണണം. മനസ്സിലായോ? ഏതൊക്കെ? എക്സ്. ആദ്യം ഇത് മൊത്തമല്ല സ്ലോപ്പ് കണ്ടു. ഇനി ഇതും കാണണം. ഇതെങ്ങനെ കാണുക? നമ്മളൊന്ന് പറഞ്ഞ -2 ഏത് മൈനസ് ചെയ്യണം? 0 ആയതുകൊണ്ട് എഴുതേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. അടുത്തത് 1 ഏതാ മൈനസ് ചെയ്യേണ്ടത്? എക്സ്. ഇതിന്റെ ആൻസർ 1 ആയിരിക്കും. ഇതിന്റെ ആൻസർ 1 ആണ്. നിങ്ങൾക്ക് എങ്ങനെ കിട്ടി? ഒരേ ലൈനിലുള്ള എല്ലാ സ്ലോപ്പുകൾക്കും സെയിം ആൻസറാണ് വരിക. ഈ ആദ്യത്തെ ലൈനിന്റെ സ്ലോപ്പ് 1 അല്ലേ? ഇതേ ലൈനിലുള്ള ഏതെടുത്താലും ആൻസർ എന്തെന്നെ എഴുതി വെച്ചാൽ മതി? സെയിം ആൻസർ. ഇപ്പൊ ഇവിടെ 5 ഇട്ടാണെങ്കിൽ ഇവിടെ എന്ത് എഴുതി വെച്ചാൽ മതി? ഇവിടെ 10 ഇട്ടാണെങ്കിൽ ഇവിടെ എന്ത് എഴുതി വെച്ചാൽ മതി? 10. ക്ലിയർ ആണോ? അതായത് ഒരു ലൈന് വരച്ചിട്ട് ഇതിലുള്ള എല്ലാ സ്ലോപ്പുകളും കണ്ടുപിടിക്കാൻ നിങ്ങളോട് പറഞ്ഞോന്ന് വിചാരിക്ക്. എക്സാമിന് നിങ്ങൾ ഇതിൽ ഏതെങ്കിലും ഒന്ന് കണ്ടുപിടിച്ചാൽ മതി. എന്നിട്ട് എല്ലാത്തിനും ആൻസർ അങ്ങോട്ട് വാരി വിതറി എഴുതി വെച്ചാൽ മതി. ഒരു ലൈനിലുള്ള എല്ലാ സ്ലോപ്പുകളും ഈക്വൽ ആയിരിക്കും. ക്ലിയർ അല്ലേ? സോ ഇത് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്തിട്ട് ഇതിന്ന് എക്സ് കണ്ടുപിടിക്കുകയാണ് വേണ്ടത്. ഈ 0 എഴുതേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. വേണോ? വേണ്ട. 1 × 1 - x എന്ന് പറഞ്ഞാൽ എന്താ? 1 × 1 - ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ഇങ്ങനെയാണ് ചെയ്യുക. എല്ലാ ആളുകൾക്കും അറിയാം ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ. ഇങ്ങനെയും ക്രോസ് ചെയ്യാൻ അറിയില്ലേ? 1 × 1 - x എന്ന് പറഞ്ഞാൽ എന്താ? 1 - x തന്നെ. 1 × -2 എന്ന് പറഞ്ഞാൽ എന്താ? -2. നമ്പറുകളൊക്കെ ഒരുമിച്ച് കൊണ്ടുവരിക. എക്സുകളൊക്കെ ഒരുമിച്ച് കൊണ്ടുവരിക. ഇതിൽ ആരൊക്കെയാണ് നമ്പറുകൾ? ആരൊക്കെ? 1.
ഈ 1ന്റെ ബെസ്റ്റ് ആരവിടെ -2 അത് ഇയാളെ അടുത്തേക്ക് വരും +2 ആവും. ക്ലിയർ ആണോ? ഈ -2 ഇങ്ങോട്ട് വന്നു. ക്ലിയർ ആണോ? ഈ -x ഇങ്ങോട്ടും പോയി. സോ വാട്ട് ഈസ് ആൻസർ? 3. ഇതിന്റെ ആൻസർ എത്രയാണ്? 3 0. ഇവിടെ x3 കിട്ടിയില്ലേ? കണ്ടോ? x3 കിട്ടി. സോ 3 0. ഇത് പഠിക്കണം കേട്ടോ. ഇത് ഞാൻ ക്ലാസ് എടുക്കൽ കഴിഞ്ഞാൽ ഇത് പഠിച്ചിട്ടേ നിങ്ങളെ വിടുള്ളൂ. ഇത് പഠിക്കൽ കഴിഞ്ഞത് ക്ലാസ് എടുക്കൽ കഴിഞ്ഞാൽ അരമണിക്കൂർ സമയം തരും. ഇത് പഠിച്ചിട്ട് ഇന്ന് പോകാൻ കൂടുന്നു. ഓക്കെ, കുഴപ്പമുണ്ടോ? ഇല്ലല്ലോ. കാരണം നിങ്ങൾക്ക് അറിയാം, ഞാൻ രാവിലെ മുതൽ ഇതുവരെ ക്ലാസ് എടുക്കുകയായിരുന്നു. എന്നിട്ട് പിന്നെ ഇത് കഴിഞ്ഞിട്ട് പിന്നെയും വന്നിട്ട് നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത് പഠിക്കണ്ടേ? ക്വസ്റ്റ്യൻ നമ്പർ 12. ഇത് വെരി 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 ഇമ്പോർട്ടൻറ്റ്. വെരി ഇമ്പോർട്ടൻ്റ് ആണ്. എക്സ് ആക്സിസും വൈ ആക്സിസും വരച്ചിട്ട് പോയിന്റുകൾ പ്ലോട്ട് ചെയ്യാൻ എക്സാമിന്റെ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. എക്സ് ആക്സിസും വൈ ആക്സിസും വരയ്ക്കുക, പോയിന്റുകൾ പ്ലോട്ട് ചെയ്യുക. നമ്മളൊന്ന് വേഗം വരച്ച എക്സ് ആക്സിസും വൈ ആക്സിസും കറക്റ്റ് സ്കെയിൽ എടുത്ത് വരക്കട്ടോ, എന്നാലേ കറക്റ്റ് കിട്ടുള്ളൂ. എക്സ് ആക്സിസും വൈ ആക്സിസും വരയ്ക്കുക, പോയിന്റുകൾ പ്ലോട്ട് ചെയ്യുക. വേഗം വരച്ച എക്സ് ആക്സും വൈ ആക്സും വരയ്ക്കുക, പോയിന്റ് പ്ലോട്ട് ചെയ്യുക. ഒന്ന് വരച്ചു നോക്കുക. വേഗം വരയ്ക്കുക. അല്ല, ഇതിലൊരു പ്രശ്നമുണ്ട്. ഇതിൽ 3 തന്നിട്ടുള്ളൂ. ചെയ്തോ? ചെയ്തില്ലേ? ഇത് ചെയ്തതാ? ചെയ്യണ്ട, അറിയാം. ഓക്കെ, ഇത് ചെയ്യണ്ടല്ലോ. ഇത് വെരി ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഇപ്പൊ 3 കിട്ടിയ 4ാമത്തെ എങ്ങനെ കണ്ടുപിടിക്കുക എന്നറിയോ? പാരലോഗ്രാമിന്റെ 4th വെർട്ടെക്സ് എങ്ങനെ കണ്ടുപിടിക്കുക എന്നറിയില്ലേ? എന്നിട്ട് ആ 4th വെർട്ടെക്സും കാണണം. ദിസ് ഇസ് വെരി ഇമ്പോർട്ടന്റ്. എക്സാമിന് ഇപ്രാവശ്യം 4 തന്നിട്ടായിരുന്നു ചോദിച്ചിരുന്നത്. പക്ഷെ അടുത്ത എക്സാമിന് ഇതേപോലെ ചിലപ്പോൾ 3 തന്നിട്ടാവും ചോദിക്കുക. ജസ്റ്റ് ഒന്ന് പറയുകയാണ്, അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഇങ്ങനെയൊക്കെ വരച്ചു. എന്നിട്ട് 1 2 ഇപ്പൊ ഇവിടെ 1 റഫാട്ടോ, 2 3 4 അങ്ങനെ കറക്റ്റ് വരക്കുക കേട്ടോ. 5 അങ്ങനെയൊക്കെ വരും. ഓക്കെ, ഇവിടെ 1 2 3 4 അങ്ങനെയൊക്കെ വരും. ഇതിൽ 1 2 എവിടെ വരിക? ഇതാണ് 1 2. 1 2 1 2 എവിടെ വരിക എന്നറിയോ? അങ്ങനെ ഒരു ഡോട്ട് ഇട്ട് കൊടുക്കുക ചെയ്യുക. 1 2 എങ്ങനെ 1 2 എന്ന് മനസ്സിലായോ? എക്സില് 1 വൈയില് 2 1 2. ക്ലിയർ ആണോ? 2 4 എവിടെ? 2 4 2 4 എക്സില് 2 വൈയില് 4 2 4. ക്ലിയർ ആണോ? അടുത്തത് 5 2 എവിടെ? കാരണം 5 2 എക്സില് 5 വൈയിലോ 2. സോ ഇതാണ് 5 2. 5 2. റെഡിയാണോ? റെഡിയാണോ? ഇപ്പൊ ഇത് പാരലോഗ്രാം ആയോ? ഇപ്പൊ ഇത് പാരലോഗ്രാം ആയോ? ആയിട്ടില്ല, പക്ഷെ നിങ്ങളത് ആക്കണം. എങ്ങനെ ആക്കുക എന്ന് പറഞ്ഞുതരാം. ഇത്രേ ഉള്ളൂ. ഇത് ജോയിൻ ചെയ്യിപ്പിക്കുക. ഇത് ജോയിൻ ചെയ്യിപ്പിക്കുക. എങ്ങനെ? ഇത് ജോയിൻ ചെയ്യിപ്പിക്കുക. കോർഡിനേറ്റുകൾ എന്ന് പറഞ്ഞാൽ ഏതൊക്കെയാണ് കോർഡിനേറ്റുകൾ? ഇവിടെ എത്ര? 1 2. ഇവിടെ എത്ര? 5 2. ഇവിടെ എത്ര? 2 4. പാരലോഗ്രാമിന്റെ 4th വെർട്ടെക്സ് എങ്ങനെ കാണുന്ന ഓർമ്മ ഉണ്ടോ? ഇതാണ്. ഈ 2ഉം 5ഉം ആഡ് ചെയ്യുക. 2ഉം 5ഉം ആഡ് ചെയ്യുക. എത്ര? 2ഉം 5ഉം ആഡ് ചെയ്താൽ ഈ 2 ഇത് 2ഉം 5ഉം ആഡ് ചെയ്യുക. 2ഉം 5ഉം ആഡ് ചെയ്താൽ എത്ര? 7. അതിന് ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ഉള്ളത് മൈനസ് ചെയ്യുക. എത്ര? 6. 1 6 വരിക. ഒന്നുകൂടി പറഞ്ഞായിരുന്നോ? 2ഉം 5ഉം ആഡ് ചെയ്യുക. 7. 7 നേരെ 1 മൈനസ് ചെയ്യുക. 6. അടുത്തൊന്ന് പറഞ്ഞ 4ഉം 2ഉം ആഡ് ചെയ്യുക. എത്ര? 6. 6 2 മൈനസ് ചെയ്യുക. ഏതാ അടയാളപ്പെടുത്തേണ്ട അടുത്തത്? 6 4. കണ്ടോ? ഇത് ക്വസ്റ്റ്യനിൽ തന്നിട്ട് പോലുമില്ല, പക്ഷെ നിങ്ങൾ അടയാളപ്പെടുത്തണം. എവിടെ? 6 4 വരെ വീണ്ടും എക്സ്റ്റെൻഡ് ചെയ്യണം അല്ലെ? 6 ഇവിടെയാണ് 6. ഇതുണ്ടോ? 6 4 കണ്ടോ? ഇങ്ങനെ എഴുതുക. 6 4 6 4. മനസ്സിലായില്ലേ? ഇനി മക്കളെ ഇവിടെ ഒരു ക്വസ്റ്റ്യനും കൂടി എന്റെ കുട്ടികളോട് ചോദിക്കും. ഇപ്രാവശ്യം എന്തിന് ചോദിച്ചത്? മോഡൽ എക്സാമിന് ചോദിച്ചു. ഇതിന്റെ ഏരിയ കാണാൻ ചോദിച്ചു.
ഏരിയ കാണാനും കൂടി ചിലപ്പോൾ ചോദിക്കാം. ഏരിയ കാണാൻ ചോദിച്ചാൽ എന്താ ചെയ്യേണ്ടത്? ഡി ഇൻറ്റു എച്ച്. ഡി ഇൻറ്റു എച്ച് എന്താ ചെയ്യേണ്ടത്? ഇവിടെ 1 മുതൽ 5 വരെ ഉണ്ട്. എത്ര ഡിസ്റ്റൻസ് ഉണ്ട്? 1, 2, 3, 4. ബേസ് 4. 1 മുതൽ 5 വരെ ഇതുവരെ എത്ര നീളമുണ്ട്? ഇതുവരെ എത്ര നീളമുണ്ട്? 4. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? 1 മുതൽ 5 വരെ ഇതുവരെ എത്ര നീളമുണ്ട്? എത്ര നീളമുണ്ട്? 4. ഇനി ഇതിലെ ട്വിസ്റ്റ് എന്താണെന്നറിയോ? അടുത്ത ഏതാ? ഹൈറ്റ് കാണണമെങ്കിൽ ഇതാ ഈ ഡിസ്റ്റൻസ് ആണ് കാണേണ്ടത്. ഇവിടുന്ന് മുകളിലേക്കുള്ള ഡിസ്റ്റൻസ് എത്ര ഉണ്ട്? പറയണ എത്ര ഉണ്ട്? ഇവിടെ 2 ആയിരുന്നു. ഇവിടെ മുകളിലേക്ക് എത്ര ഡിസ്റ്റൻസ് ഉണ്ട്? 2. മനസ്സിലായോ? ജസ്റ്റ് സ്കെയിലോട്ട് മെഷർ ചെയ്ത് നോക്കിയാലും മതി. നിങ്ങൾ കറക്റ്റ് മെഷറിലല്ലേ ചെയ്യുക. അപ്പൊ എത്ര ആൻസർ വരിക? അപ്പൊ ആൻസർ എത്ര വരും? സിമ്പിൾ ആണ്. നിങ്ങൾക്ക് ഒന്നും അറിയില്ല. ഈ സ്കെയിൽ എടുത്ത് ഇങ്ങനെ മെഷർ ചെയ്താൽ മതി. കാരണം നമ്മൾ കറക്റ്റ് മെഷർ അല്ലേ ചെയ്യുന്നത്. കറക്റ്റ് ഒറിജിനൽ ഫിഗർ അല്ലേ വരക്കുന്നത്. ഒറിജിനൽ ഫിഗർ ആയതുകൊണ്ട് മെഷർമെന്റ് എന്തായിരിക്കും? ഇനി ഈ സൈഡത്തെ ഈ ഡിസ്റ്റൻസ് എടുക്കാൻ പറ്റുമോ? ഇല്ല. ഉയരം തന്നെ എടുക്കണം. ഹൈറ്റ് തന്നെ എടുക്കണം. ഹൈറ്റ് പറഞ്ഞാൽ കറക്റ്റ് താഴ്ന്ന് മേലേക്ക് എടുക്കണം. മനസ്സിലായില്ലേ? ഇതാണ് ഇപ്രാവശ്യം 4 മാർക്കിന് ചോദിച്ചത്. ഇതിലും സിമ്പിൾ ആയിട്ടാണ് ചോദിച്ചത്. 4 എണ്ണം തന്നു. ഇത് 4 എണ്ണത്തിന്റെ പകരം എത്ര തന്നിട്ടുള്ളൂ? 3 എണ്ണം. 3 എണ്ണം തന്നാൽ നിങ്ങൾക്ക് പേടിയുണ്ടോ? 3 എണ്ണം തന്നാലും 4 എണ്ണം വന്നാലും ഒക്കെ ഇത് ചെയ്യണം. റെഡി അല്ലേ? യെസ്. അടുത്ത ക്വസ്റ്റ്യൻ. ഇമ്പോർട്ടൻറ്റുകൾ മാത്രം പറഞ്ഞു പോവാട്ടോ. ഇമ്പോർട്ടൻറ്റുകൾ ഇത് അറിയോ? ചെയ്യണോ? ഇക്വേഷൻ ഓഫ് ലൈൻ ചെയ്യണോ? യെസ് ഓർ നോ? പറയാം. യെസ്. മക്കളെ നേരെ നോക്കിയിരുന്നോളൂ. ഞാനിപ്പോ നേരെ മുമ്പൊരു ക്വസ്റ്റ്യൻ ചെയ്തപ്പോഴേ എൻ്റെ കുട്ടികളോട് ഞാനൊരു കാര്യം പറഞ്ഞു. ഇത് എക്സ് ആക്സിസിൽ മുട്ടുകയാണെങ്കിൽ ഇവിടുത്തെ 2ാമത്തെ 0 ആയിരിക്കും എന്ന് പറഞ്ഞു. മനസ്സിലായില്ലേ? ഇവിടെ നേരത്തെ ഞാൻ പറഞ്ഞത് അവിടെ കണ്ടോ? ഈ 2ാമത്തെ എക്സ് ആക്സിസിൽ ഇങ്ങനെ മുട്ടുമ്പോ 2ാമത്തെ 0 ആയിരിക്കും എന്ന് പറഞ്ഞില്ലേ? മനസ്സിലായോ? ക്ലിയർ ആണോ? അതേപോലെ കണ്ടോ എക്സ് ആക്സിസിൽ ഇങ്ങനെ മുട്ടുകയാണെങ്കിൽ 2ാമത്തെ കാരം 0. ഇവിടുത്തെ ഇതുവരെ എത്ര ഉണ്ട്? 5 ഉണ്ട്. അപ്പൊ ഇവിടെ പേരെന്താ? 50. റെഡിയാണോ? അങ്ങനെയാണെങ്കിൽ ഈ ബിന്റെ പേര് നിങ്ങൾ പറഞ്ഞ 03. എന്താ പേര്? 03. ക്ലിയർ അല്ലേ? ക്ലിയർ ആണോ? അങ്ങനെയാണെങ്കിൽ ഞാനൊരു ക്വസ്റ്റ്യൻ പറയും. നിങ്ങൾ പേര് പറയണം. ഇത് 6, ഇത് 3. ഇവിടുത്തെ പേരെന്താ? 60. ഇവിടുത്തെ പേരെന്താ? 03. ഇവിടെ 60, ഇവിടെ 03. ക്ലിയർ അല്ലേ? യെസ്. സോ എൻ്റെയും ബിന്റെയും കോർഡിനേറ്റ് എന്താണെന്നാണ് ക്വസ്റ്റ്യൻ. ക്ലിയർ അല്ലേ? എന്റെ കോർഡിനേറ്റ് ഏതാ? 50. ബിന്റെ കോർഡിനേറ്റ് ഏതാ? ബിന്റെ കോർഡിനേറ്റ് ഏതാണ്? 03. ഇനി ഇതിന്റെ സ്ലോപ്പ് കാണണം മക്കളെ. ഈ പബ്ലിക് എക്സാമിന് 100% ഷുവർ ക്വസ്റ്റ്യൻ ആണ് സ്ലോപ്പ്. പഠിച്ചു വെച്ചോളൂ. അറിയാത്തവരുണ്ടെങ്കിൽ ഇപ്പൊ പഠിച്ചോളൂ. 100% എന്ന് പറഞ്ഞാൽ 100% ഉറപ്പാണ്. സ്ലോപ്പ് കാണാൻ ചോദിച്ചാൽ ഇതാ ഈ 2 പോയിന്റിന്റെ സ്ലോപ്പാണ് കാണേണ്ടത്. ഈ ലൈനിന്റെ സ്ലോപ്പ് അല്ലേ കാണേണ്ടത്? ഇതങ്ങനെ സ്ലോപ്പിന് പറയുന്ന പേര് ചെരിവ് കേട്ടോ. ഇതാ ബിന്ന് എഴുതി അല്ലെങ്കിൽ ഏന്ന് എഴുതാം. ഏത് വേണമെങ്കിലും ആദ്യം എഴുതി. മനസ്സിലായില്ലേ? ക്ലിയർ ആയോ? അടുത്തത് എത്ര? 50. ഇതിന്റെ സ്ലോപ്പ് എങ്ങനെ കാണുക? വൈകള് മൈനസ് ചെയ്യുക ആദ്യം. ഇതിൽ ആരൊക്കെ വൈകള്? 0 - 3. 0യും 3യും മൈനസ് ചെയ്യുന്നു. 0യും 3യും മൈനസ് ചെയ്ത് എത്ര ആൻസർ വരിക? 0 മൈനസ് ചെയ്ത് എത്ര ആൻസർ വരിക? 0ന്ന് 3 മൈനസ് ചെയ്യുക. അടുത്തത് ഏതാ മൈനസ് ചെയ്യേണ്ടത്? പറടാ. 5 - 0. ക്ലിയർ അല്ലേ? സോ 0ന്ന് 3 മൈനസ് ചെയ്ത ആൻസർ എത്ര? -3/5. ഇതെന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? വൈകള് മൈനസ് ചെയ്യുക. താഴെയോ
എക്സുകൾ മൈനസ് ചെയ്യുക. ക്ലിയർ ആയോ? സ്ലോപ്പ് ചോദിച്ചാൽ വൈകൾ മൈനസ് ചെയ്യുക. 0 3 മൈനസ് ചെയ്തു. 0 എഴുതേണ്ട ആവശ്യമില്ല. അപ്പൊ -3 മാത്രം വരും. 5 എണ്ണത്തിൽ 0 മൈനസ് ചെയ്ത് എത്ര? 5. ക്ലിയർ ആയോ? യെസ്. അടുത്തത് ഇതിന്റെ ഇക്വേഷൻ എഴുതാനാണ്. ഇക്വേഷൻ എഴുതാല്ലേ ഫോർമാറ്റ് എന്താ? ഓർമ്മ ഉണ്ടോ? ഇക്വേഷൻ ഓഫ് ലൈൻ ആർക്കെങ്കിലും ഓർമ്മ ഉണ്ടോ? എന്താണ് ഇക്വേഷൻ ഓഫ് ലൈൻ ഒന്ന് പറഞ്ഞ? m ഇൻറ്റു പറഞ്ഞ എക്സ് മൈനസ് x1 ഈസ് ഈക്വൽ ടു y മൈനസ് y1. ഇതിനെ പറയുന്ന പേരാണ് എന്ത്? ഇക്വേഷൻ ഓഫ് ലൈൻ. എന്താണ് ഇക്വേഷൻ ഓഫ് ലൈൻ എന്ന് പറഞ്ഞ? m ഇൻറ്റു എക്സ് മൈനസ് x1 ഈസ് ഈക്വൽ ടു y മൈനസ് y1. ക്ലിയർ അല്ലേ? m നില്ലോടത്ത് എന്താ കൊടുക്കണ്ടത്? m നില്ലോടത്ത് എന്താ കൊടുക്കണ്ടത്? -3/5. ക്ലിയർ ആണോ? m എന്ന് പറഞ്ഞാൽ ഇവിടെ കിട്ടിയിട്ടുണ്ട്. ബ്രാക്കറ്റ് അതുപോലെ ഇടുന്നു. x1 ഇതാണ് x1, ഇതോ y1. ക്ലിയർ അല്ലേ? സോ x1 നില്ലോടത്ത് എന്താ എഴുതുക? 0 അല്ലേ? യെസ്. y മൈനസ് y1 3. ബുദ്ധിമുട്ടില്ലല്ലോ? സോ ഈ ഡിവൈഡഡ് ബൈ 5 എന്താ ചെയ്യേണ്ടത്? ഡിവൈഡഡ് ബൈ 5 വന്നാൽ എന്ത് ചെയ്യണം? ഈ 5നെ അങ്ങോട്ട് പറഞ്ഞേക്കണം. സോ ഇതിനെ ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ വേണം. മൈനസ് ഇവിടെ ഈ 0നെ മൾട്ടിപ്ലൈ ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഇത് മൾട്ടിപ്ലൈ ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. കാരണം എന്താ? 0 ആണ്, മൾട്ടിപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല. -3 × x -3x. ഈ 5 ഇങ്ങോട്ട് പോകും. സോ 5 × y -3 -3x. 5 × y എത്ര? 5y -15. ട്രൈ ചെയ്താലും മതി കേട്ടോ. ട്രൈ ചെയ്താലും മതി. സിമ്പിൾ അല്ലേ? ഇനി വേണമെങ്കിൽ ഇതൊക്കെ ഇങ്ങോട്ട് കൊണ്ടുവരും ചെയ്യാം. ഇത് 100% ഷുവർ ക്വസ്റ്റ്യൻ ആണ്. സർക്കം സെന്റർ കാണാൻ പറഞ്ഞ എന്താ കാണണ്ടത്? വെരി ഗുഡ്. സർക്കം സെന്റർ കാണാൻ പറഞ്ഞ എന്ത് കണ്ടാ മതി? മിഡ് പോയിന്റ് ആണ് കാണേണ്ടത്. സർക്കം സെന്റർ കാണാൻ പറഞ്ഞാൽ കാണേണ്ടത് മിഡ് പോയിന്റ് ആണ്. എങ്ങനെയാണ് മിഡ് പോയിന്റ് കാണുക? എയും ഉണ്ട് ബിയും ഉണ്ട്. എങ്ങനെയാണ് മിഡ് പോയിന്റ് കാണുക? A50 ആണ്. A50 ആണ്. ബി എത്ര? അല്ലേ? അല്ലേ? 03 അല്ലേ? അല്ലേ? മക്കളെ ഇതൊക്കെ വെരി ഈസി ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾക്ക് മാർക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. സർക്കം സെന്റർ എന്ന് ചോദിച്ചാൽ കണ്ടുപിടിക്കേണ്ടത് എന്താണ്? മിഡ് ആണ്. വേഗം കണ്ടുപിടിച്ചോ. ഇതിന്റെ മിഡ് പോയിന്റ് വേഗം കണ്ടുപിടിച്ചോ. ഇതിന്റെ മിഡ് പോയിന്റ് വേഗം കണ്ടുപിടിച്ചോ. എത്രയാണ്? 5 + 0 5 + 0/2 0 + 3/2. മിഡ് വേഗം കണ്ടുപിടിക്കുക. 5 + 0 എന്ന് പറഞ്ഞാൽ എന്താ? 5 തന്നെ. 5/2. മറ്റേത് 3/2. ഇങ്ങനെ എഴുതിയാൽ മതി. അല്ലാതെ 2 1 എന്നൊന്നും എഴുതി വെക്കണ്ട. ഓക്കെ? അങ്ങനെ എഴുതിയ മാർക്കൊന്നും പോവില്ല. പക്ഷെ കോർഡിനേറ്റിൽ അങ്ങനെ എഴുതേണ്ട ആവശ്യമില്ല കേട്ടോ. ക്ലിയർ അല്ലേ? ക്ലിയർ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ എടുത്തോ. അടുത്ത ക്വസ്റ്റ്യൻ ഞങ്ങളോട് പറഞ്ഞു 2 ക്വസ്റ്റ്യൻ ആണ് 100% ഷുവർ ക്വസ്റ്റ്യൻ. ഒന്നേതാ? ഒന്ന് ഇക്വേഷൻ ഓഫ് ലൈൻ, അല്ലെങ്കിലോ ഇക്വേഷൻ ഓഫ് സർക്കിൾ. നേരെ ശ്രദ്ധിച്ചിരുന്നോളൂ. ഇക്വേഷൻ ഓഫ് സർക്കിൾ അറിയാത്ത ആളുകൾ ഇപ്പൊ തന്നെ പഠിച്ചോ. ഇപ്പൊ തന്നെ പഠിച്ചോ. നിർബന്ധമായിട്ടും പഠിക്കണം. ഇക്വേഷൻ ഓഫ് ലൈനോ ഇക്വേഷൻ ഓഫ് സർക്കിളോ ചോദിച്ചിരിക്കും. മക്കളെ ഇങ്ങനെയാണ് ഒരു സർക്കിൾ ഉണ്ട്. അതിന്റെ ഡയാമീറ്ററുകൾ ഏതൊക്കെയാണ്? ഡയാമീറ്ററിന്റെ എൻഡുകൾ ഏതൊക്കെയാണ്? നിങ്ങളൊന്ന് പറഞ്ഞ ഏതൊക്കെയാണ്? ഒരെൻ്റെ ഏതാ? -1 2. ഒരെൻ്റെ -1 2. മറ്റേ എൻ്റെ ഏതാ? 7 8. 7 8. ഇതില് ഞാൻ നേരത്തെ പറഞ്ഞു സർക്കം സെന്റർ പറഞ്ഞ എന്താ കണ്ടുപിടിക്കേണ്ടത്?
മിഡ് പോയിന്റ്. സെന്റർ പറഞ്ഞാൽ അപ്പൊ എന്തെന്നെ മിഡ് പോയിന്റ്. ഇതിന്റെ മിഡ് ഒന്ന് കണ്ടുപിടിക്കുകയാണ് ആദ്യം വേണ്ടത്. എങ്ങനെ മിഡ് കണ്ടുപിടിക്കുക? സെന്റർ എന്ന് പറഞ്ഞാൽ എന്താ കാണേണ്ടത്? മിഡാണ് കാണേണ്ടത്. സെന്റർ എന്ന് പറഞ്ഞാൽ എന്താ കാണേണ്ടത്? മിഡാണ് കാണേണ്ടത്. മിഡാണ് കാണേണ്ടത്. എങ്ങനെ മിഡ് കാണുക? ഇതൊന്നും എഴുതണില്ലേ? എവിടെ? ഷോമി മിഡാണ് കാണേണ്ടത്. -1 7 ആഡ് ചെയ്യുക. -1 7 ആഡ് ചെയ്യുക, /2 ചെയ്യുക. ക്ലിയർ ആണോ? അടുത്തതോ മിഡ് പറഞ്ഞാൽ 2 ആഡ് ചെയ്യുക, /2 ചെയ്യുക. അടുത്തത് 2 8 ആഡ് ചെയ്യുക, /2 ചെയ്യുക. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? സോ ഇതിന്റെ ആൻസർ എത്ര? -1 + 7 എത്ര ആൻസർ? -1 + 7 6. 6/2 അല്ലെ? 6/2. അടുത്തത് 10/2. ഒന്ന് വേഗം പറഞ്ഞ ആൻസർ പറഞ്ഞ. 6/2 എത്രയാണ്? 10/2 എത്രയാണ്? 3/5. ഇനിയാണ് ട്വിസ്റ്റ്. ഈ 3/5 കിട്ടിയ ഓൺ ദ സ്പോട്ട് ഇവിടെ 3/5 എഴുതുക. എന്നിട്ട് ഇതിന് എന്നും കൊടുക്കണം, ഇതിന് ബിയും കൊടുക്കുക. മനസ്സിലായോ? സെന്റർ കിട്ടിയ പിന്നെ ഒരു നിമിഷം പോലും വെയിറ്റ് ചെയ്യരുത്. സെന്ററിൽ കൊണ്ടുപോയിട്ട് 3/5 എഴുതുക, എയും കൊടുക്കുക, ബിയും കൊടുക്കുക. റെഡിയാണോ? 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 ബുദ്ധിമുട്ടില്ലല്ലോ. അടുത്തത് ഇതിൽ കാണേണ്ടത് എന്താണ്? ഇതിന്റെ റേഡിയസ്. അറിയാത്തവര് നോട്ട് ചെയ്ത് വെച്ചോളൂ. റേഡിയസ് എന്ന് പറഞ്ഞാൽ എന്താണ്? എന്താ കാണണ്ട്? റേഡിയസ് എന്ന് പറഞ്ഞാൽ എന്താ കാണണ്ട്? ഡിസ്റ്റൻസ്. എങ്ങനെയാണ് ഡിസ്റ്റൻസ് കാണുക? ഈ ഡിസ്റ്റൻസ് കാണലാണ് ഏറ്റവും നല്ലത്. മറ്റേ സ്ഥലത്ത് മൈനസ് വരുന്നുണ്ട്. സോ എങ്ങനെ ഡിസ്റ്റൻസ് കാണുക? 3/5 7/8 തമ്മിലുള്ള ഡിസ്റ്റൻസിനെ പറയുന്ന പേരാണ് റേഡിയസ്. ഓർമ്മല്ലേ? എങ്ങനെയാ കാണുക? ഇത് രണ്ടും മൈനസ് ചെയ്യുക, സ്ക്വയർ ചെയ്യുക. വേഗം ചെയ്ത് നോക്ക്. 7ഉം 3ഉം മൈനസ് ചെയ്യുക, 8ഉം 5ഉം മൈനസ് ചെയ്യുക, സ്ക്വയർ ചെയ്യുക. 7ന് 3 മൈനസ് ചെയ്ത് എത്ര? 4. അതിന് സ്ക്വയർ ചെയ്യുക. ക്ലിയർ ആണോ? മനസ്സിലായില്ല? 7ന് 3 മൈനസ് ചെയ്യുക, അതിന് സ്ക്വയർ ചെയ്യുക. അടുത്ത ഏതാ മൈനസ് ചെയ്യേണ്ടത്? 8 - 5 എത്ര? 3 സ്ക്വയർ. ക്ലിയർ അല്ലേ? സോ വേഗം ചെയ്ത് നോക്കൂ. ആൻസർ എത്ര കിട്ടുന്നത് നോക്കൂ. വേഗം ചെയ്ത് നോക്കൂ. എത്ര കിട്ടുന്നത്? 4 സ്ക്വയർ എത്ര? 5 സ്ക്വയർ 9. 16 + 9 √25. What is √25? 5. റേഡിയസ് 5 കിട്ടി. ബുദ്ധിമുട്ടുണ്ടോ? സോ നിങ്ങൾ ഇവിടെ പഠിക്കേണ്ട പോയിന്റുകൾ ഞാൻ ഒന്നും കൂടി പറഞ്ഞുതരാം. സെന്റർ ചോദിച്ചാൽ എന്താ കാണുന്നത്? മിഡ് പോയിന്റ്. റേഡിയസ് ചോദിച്ചാൽ എന്താ കാണുന്നത്? ഡിസ്റ്റൻസ്. ഇതാണ് പഠിക്കേണ്ടത്. അല്ലാതെ ഈ ചെയ്യൽ എല്ലാവർക്കും ചെയ്യാൻ അറിയാം. ഈ എക്സാമിന് എന്താ ബോധം വരേണ്ടത്? പറയാം. മിഡ് പോയിന്റ് ചോദിച്ചാൽ എന്താ കാണുന്നത്? അല്ല, സെന്റർ ചോദിച്ചാൽ എന്താ കാണുന്നത്? മിഡ് പോയിന്റ്. റേഡിയസ് ചോദിച്ചാൽ എന്താ കാണുന്നത്? ഡിസ്റ്റൻസ്. ക്ലിയർ അല്ലേ? ക്ലിയർ ആണോ? അടുത്തത് ഇക്വേഷൻ ഓഫ് സർക്കിൾ. ഇക്വേഷൻ ഓഫ് സർക്കിൾ എന്താണ്? ഇക്വേഷൻ ഓഫ് സർക്കിൾ കാണാനുള്ള ഇക്വേഷൻ ഒന്ന് പറഞ്ഞ. ഇക്വേഷൻ ഓഫ് സർക്കിൾ എന്താണ് മക്കളെ? എന്താണ് ഇക്വേഷൻ ഓഫ് സർക്കിൾ? എന്താണ് ഇക്വേഷൻ ഓഫ് സർക്കിൾ? x - a ഹോൾ സ്ക്വയർ പ്ലസ് y - b ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു r സ്ക്വയർ. ഇപ്പൊ തന്നെ പഠിച്ചു വെച്ചോ, പിന്നത്തേക്ക് അറിയിപ്പോട്ടോ. x - a ഹോൾ സ്ക്വയർ പ്ലസ് y - b ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു r സ്ക്വയർ. x അതുപോലെ എഴുതുന്നു. a നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. എയും ബിയും എന്താണെന്ന് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. എ എന്താ? 3 അല്ലെ? ബി എന്താ? 5. സോ ഇവിടെ 3. അടുത്ത് ബി എന്നുള്ളടത്ത് എന്താ എഴുതണ്ട്? ബി എന്നുള്ളടത്ത് എന്താ എഴുതണ്ട്? 5 സ്ക്വയർ. ആർ സ്ക്വയർ എന്നുള്ളടത്ത് എന്താ എഴുതണ്ട്?
എങ്ങനെ 25 കിട്ടി? 6 5 ആർ സ്ക്വയർ എന്നുള്ളത് എന്താ എഴുതേണ്ടത്? 25. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ക്ലിയർ ആണോ? യെസ്. ഇത്രയും സിമ്പിൾ ആണ് ക്വസ്റ്റ്യൻ. സി ക്വസ്റ്റ്യൻ 0 1 ഇതിലെ പോയിന്റ് ആണോ എന്നാണ് ക്വസ്റ്റ്യൻ. 0 1 ഇതിലെ പോയിന്റ് ആണോ എന്ന് ചോദിച്ചത്. 0 1 പോയിന്റ് ആണോ എന്ന് ചോദിച്ചാൽ എന്റെ കുട്ടികൾ ചെയ്യേണ്ട സിമ്പിൾ സ്റ്റെപ്പ് എന്താണെന്നറിയോ? ഏതാണ് പോയിന്റ് ആണെന്ന് ചോദിച്ചത്? 0 1. എക്സിന് 0 കൊടുക്കുക, വൈക്ക് ഇതിൽ 1 കൊടുക്കുക. മനസ്സിലായോ? പോയിന്റ് ആണോ എന്നിട്ട് കറക്റ്റ് ഉത്തരം കിട്ടുന്നുണ്ടോ നോക്കുക. 0 1 പോയിന്റ് ആണോ എന്ന് ചോദിച്ചാലേ ഈ ഇക്വേഷനിൽ എക്സിന്റെ അവിടെ എന്ത് കൊടുക്കുക? 0 കൊടുക്കുക. വൈന്റെ അവിടെ എന്ത് കൊടുക്കുക? 1 കൊടുക്കുക. ഒന്ന് കൊടുത്തു നോക്കാം. പറഞ്ഞോ. എക്സിന്റെ അവിടെ 0 കൊടുത്താൽ ഇത് -3 സ്ക്വയർ ആയി അല്ലേ? എക്സ് എഴുതണ്ടല്ലോ, എക്സ് 0 ആയി പോയി. സോ -3 സ്ക്വയർ എന്ന് പറഞ്ഞാൽ എത്ര? എക്സിന്റെ അവിടെ 0 കൊടുത്താൽ എഴുതണ്ടല്ലോ, ഞങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടി എഴുതിയത്. അപ്പോ വൈന്റെ അവിടെ എന്താ കൊടുക്കണ്ടത്? വൈന്റെ അവിടെ എന്താ കൊടുക്കണ്ടത്? 1 - 5 സ്ക്വയർ. ഇത് ചെയ്ത് നോക്കുകയാണ് വേണ്ട, അല്ലാതെ ആൻസർ 25 ഡയറക്റ്റ് എഴുതിയത്. ആൻസർ 25 കിട്ടുന്നുണ്ടോന്ന് നോക്കണ്ടത്. മനസ്സിലായോ? ഇത് ചെയ്താൽ ആൻസർ ഈ 25ന്റെ കിട്ടുന്നുണ്ടോന്ന് നോക്കണ്ടത്. ഒന്ന് പറഞ്ഞോ. 3 സ്ക്വയർ എത്ര? -3 സ്ക്വയർ എന്ന് പറഞ്ഞാലും +3 സ്ക്വയർ എന്ന് പറഞ്ഞാലും ഒക്കെ 9. 1 5 കുറച്ചാൽ എത്ര? -4. -4ന്റെ സ്ക്വയർ എത്ര? ആൻസർ കറക്റ്റ് കിട്ടുന്നുണ്ടോ? കിട്ടുന്നുണ്ടെങ്കിൽ പോയിന്റ് ആണ്. ക്ലിയർ ആണോ? പോയിന്റ് ആണോ നോക്കാനുള്ള ട്രിക്ക് എന്താ? ആ ക്വസ്റ്റ്യനിൽ ചോദിച്ച സാധനങ്ങളില്ലേ, ഇത് എക്സ് ആക്കി എടുക്കുക, ഇത് വൈ ആക്കിയിട്ട് എടുക്കുക. എന്നിട്ട് ഈ ഇക്വേഷൻ ഓഫ് സർക്കിളിൽ സബ്സ്റ്റിറ്റ്യൂഷൻ നടത്തുക. എന്താ പോയിന്റ് ആണോ എന്ന് വെച്ചാൽ ചെയ്യേണ്ടത്? സബ്സ്റ്റിറ്റ്യൂഷൻ നടത്തുക. കറക്റ്റ് ആൻസർ കിട്ടുകയാണെങ്കിൽ എന്താണ്? പോയിന്റ് ആണ്. കറക്റ്റ് ആൻസർ കിട്ടണില്ലെങ്കിലോ പോയിന്റ് അല്ല. അടുത്ത ക്വസ്റ്റ്യൻ. ഇത് വെരി സിമ്പിൾ ആണ്, ഏത് കുട്ടിക്കും ചെയ്യാൻ പറ്റും. 1 മുതൽ 20 വരെയുള്ള സമ്മ് കാണാൻ ഇക്വേഷൻ എന്താ? കറക്റ്റ് 1 മുതൽ 20 വരെയാണ് ചോദിച്ചതെങ്കിൽ എന്താ ചെയ്യുക? 20 × 21/2. മനസ്സിലായോ? 1 മുതൽ 30 വരെ ചോദിച്ചാൽ എന്താ ചെയ്യുക? 30 × 31/2. 1 മുതൽ 40 വരെ ചോദിച്ചാൽ എന്താ ചെയ്യുക? 40 × 41/2. ഇത് ഏത് കുട്ടിക്കും ചെയ്യാം. മനസ്സിലായില്ലേ? ഇതിന് ബുദ്ധി വേണമെന്നൊന്നുമില്ല, ഒരു ബുദ്ധിയും വേണ്ട. 1 മുതൽ 20 വരെ ചോദിച്ചാൽ 20 എന്ന് എഴുതുക, അതിന്റെ നേരെ അപ്പുറത്ത് നമ്പർ എഴുതുക, ബൈ 2 ചെയ്യുക. 1 മുതൽ 50 വരെ ചോദിച്ചാൽ എന്താ ചെയ്യുക? 50 × 51/2 ചെയ്യുക. 1 മുതൽ 60 വരെ ചോദിച്ചാൽ എന്താ ചെയ്യുക? 60 × 61/2. ഇത് പഠിക്കാൻ ബുദ്ധി വേണോ? വേണ്ട. ഇനി ഈ 20ഉം 2ഉം കട്ട് ചെയ്തു, എത്ര ആൻസർ? 20ഉം 2ഉം കട്ട് ചെയ്തു, ആൻസർ എത്ര? 10. സോ വേഗം മൾട്ടിപ്ലൈ ചെയ്യുക. 10 × 21. ആൻസർ എന്താ വരിക? ചെയ്യേണ്ട ആവശ്യമില്ല, 210 എന്ന് കിട്ടും. സിമ്പിൾ അല്ലേ? യെസ്. ഇതിൽ ഓരോ ടേമിനും 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തതാണിത്. ഇതിൽ ഓരോന്നിനും 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താണിത്. അപ്പൊ ഇതിന്റെ ആൻസറിന് എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി? 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. മനസ്സിലായില്ലല്ലോ? 1നെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു, 2നെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു, ഈ 3നെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു, 20നെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പൊ ഈ ആദ്യം കിട്ടിയ ആൻസറിനെ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി? 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ക്ലിയർ ആയോ? യെസ്. എന്നാ വേഗം മൾട്ടിപ്ലൈ ചെയ്തിട്ട് വേഗം ആൻസർ പറയാം. എത്ര? 630. അടുത്തത് സി ക്വസ്റ്റ്യൻ. 3n പറഞ്ഞ എന്താ അർത്ഥം? 3n എന്ന് പറഞ്ഞ മീനിങ് എന്താ? 3ന്റെ മൾട്ടിപ്പിൾ. 3n എന്ന് പറഞ്ഞ അതിന്റെ അർത്ഥം എന്താ? 3ന്റെ മൾട്ടിപ്പിളിന്റെ കൂടെ 2 ആഡ് ചെയ്യുക. അപ്പൊ ഇതല്ലേ 3ന്റെ മൾട്ടിപ്പിൾ? 3ന്റെ മൾട്ടിപ്പിൾ നമുക്ക് 630 കിട്ടിയിട്ടുണ്ട് അല്ലേ? 3ന്റെ മൾട്ടിപ്പിൾ ഓൾറെഡി കിട്ടിയിട്ടുണ്ട് 630. അതിന്റെ കൂടെ എത്ര കൂട്ടണം? 2 കൂട്ടണം. എത്ര വട്ടം 2 കൂട്ടണം? 20 വട്ടം. കാരണം ഇതിൽ നമ്പർ ഓഫ് ടേംസ് 20.
നമ്പർ ഓഫ് ടേംസും കൂടി നോക്കണം. ഒന്നുകൂടി പറയാം, സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഒന്നുകൂടി പറയാം. നേരെ ശ്രദ്ധിച്ചോ മക്കളെ. 3n എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ? 3ന്റെ മൾട്ടിപ്പിള് കണ്ടോ, 3ന്റെ മൾട്ടിപ്പിളിന്റെ ആൻസർ ഇവിടെ ഓൾറെഡി കിട്ടിയിട്ടുണ്ട്, 630. ഇത് 3ന്റെ മൾട്ടിപ്പിൾ അല്ലേ? ഇത് അല്ലേ? 630 കിട്ടിയിട്ടുണ്ട്. അതിന്റെ കൂടെ ഏതാ കൂട്ടിയിട്ടുള്ളത്? 2. പക്ഷെ വെറും 2 എന്ന് എഴുതിയാൽ പോരാ, ഒരു വട്ടമല്ല 2 കൂട്ടുന്നത്. കണ്ടോ എത്ര വട്ടം കൂട്ടുണ്ട്? 20. ഇതാണ് നമ്പർ ഓഫ് ടേംസ്. ആ നമ്പർ ഓഫ് ടേംസ് ആണ് കൂട്ടി എഴുതേണ്ടത്. വേഗം ആൻസർ എഴുതിക്കോ. എത്ര? വേഗം ചെയ്ത് നോക്ക്. 630 പ്ലസ് 2 × 20 എത്ര? 40. 670. അപ്പൊ ഇനി ഒരാൾ എന്നോട് ചോദിക്കുകയാണെന്ന് വിചാരിച്ചോ, സാറേ ഞങ്ങൾക്ക് ഇപ്പൊ ഇതൊന്നും മനസ്സിലാവണില്ല, ഞങ്ങൾക്ക് സാറ് പറഞ്ഞ ട്രിക്ക് ഒന്നും മനസ്സിലാവണില്ല, സാറല്ലേ പറഞ്ഞ നേരത്തെ സമ്മ് കാണാൻ 20 ടേംസിന്റെ സമ്മ് കാണാൻ വേറെയാണ് ഇക്വേഷൻ, അത് വെച്ചിട്ട് ഇത് എങ്ങനെയാണ് ചെയ്യുക? പറഞ്ഞുതരാം, നോക്കിക്കോ. നമുക്ക് ഈ ഇക്വേഷനോ ഈ ട്രിക്ക് കിട്ടണില്ല. അപ്പൊ ഞാനൊന്ന് പറഞ്ഞേന്നു, 20 ടേംസിന്റെ സമ്മ് കാണാൻ പറഞ്ഞ ഞാൻ എന്തേ പറഞ്ഞ്? S20 എന്ന് എഴുതുക. ബാക്കി പറയാം. 20/2 എന്ന് എഴുതുക. അടുത്ത പറയാം x1 പ്ലസ് x20 എന്ന് എഴുതുക. ഓർമ്മല്ലേ? ഓർമ്മയുണ്ടോ? നേരത്തെ പറഞ്ഞതില്ലേ? ഇനി ഇതാണ് നമ്മളെ അരിതമെറ്റിക് സീക്വൻസ്. xn = 3n + 2. ഇതിൽ x1 ഉള്ളിടത്ത് എന്താ, എങ്ങനെ കാണുക? ഇതിൽ x1 എന്താ? x1 എന്താ? 3 × 1. xന്റെ n-ന്റെ അവിടെ 1 കൊടുത്താൽ മതി. 3 × 1 എത്ര? 3. 3 + 2 എത്ര? 5. സോ 20/2 10 ആണ്. x1 ഉള്ളിടത്ത് എന്താ കൊടുക്കുക? 5. x20 ഉള്ളിടത്ത് എങ്ങനെ കാണുക? നിങ്ങളൊന്ന് പറഞ്ഞ x20 എങ്ങനെ കാണുക? n-ന്റെ അവിടെ എന്ത് കൊടുക്കുക? n-ന്റെ അവിടെ എന്ത് കൊടുക്കുക? 20 കൊടുക്കുക. 3 × 20 അല്ലേ? 3 × 20 പ്ലസ് 2 എത്ര? 3 × 20 പ്ലസ് 2 എത്ര? 62. സോ 10 × 67 എത്ര? ഇതാണ് ഞാൻ പറഞ്ഞത്. ഒരു ക്വസ്റ്റ്യൻ തന്നെ നിങ്ങൾക്ക് നിങ്ങളേതായ രീതിയിൽ പല രൂപത്തിലും ചെയ്യാം. ഇത് നേരെ പഠിച്ചു വെച്ചോളൂ. ഇത് എക്സാമിന് ചോദിക്കാൻ സാധ്യത ഉണ്ട് കേട്ടോ നല്ല. ഓക്കെ, ഇതെന്താ ചെയ്തെന്ന് മനസ്സിലായോ? x1 എവിടുന്ന കണ്ടുപിടിച്ച്? x1 എങ്ങനെ കണ്ടുപിടിച്ച്? n-ന്റെ അവിടെ എന്ത് കൊടുത്താൽ മതി? 1. x20 എവിടുന്ന കണ്ടുപിടിച്ച്? n-ന്റെ അവിടെ എന്ത് കൊടുത്താൽ മതി? 20 കൊടുത്താൽ മതി. അടുത്ത ക്വസ്റ്റ്യൻ. ഇത് കഴിഞ്ഞിട്ട് അരമണിക്കൂർ പഠിക്കാനുള്ള സമയം വേണം. എപ്പോഴാണ് നിർത്തേണ്ടത് വെച്ചാൽ പറഞ്ഞോട്ടോ. നിങ്ങൾക്ക് എപ്പോഴാണ് നിർത്തേണ്ടത് വെച്ചാൽ പറഞ്ഞോ. ഇത് കഴിഞ്ഞിട്ട് കറക്റ്റ് അരമണിക്കൂർ പഠിച്ചിട്ട് കഴിഞ്ഞിട്ട് ഞാൻ ഇവിടെ വിടുള്ളൂ. അല്ലെങ്കിൽ ഇത് പഠിപ്പിച്ചിട്ട് ഒരു കാര്യം ഉണ്ടാവില്ല. കാര്യം ഉണ്ടാവുമോ? നാളത്തേക്ക് ഇത് മറന്നിട്ടുണ്ടാവും. എപ്പോഴാണ് പോകേണ്ടത്? അപ്പോൾ 11 മണിക്കാണ് പോകേണ്ടത്. അപ്പോൾ 11 മണിക്ക് നിർത്തും, 11:30 പോവാം. യെസ്, പഠിക്കല്ലേ? യെസ്, നേരെ നോക്കിയിരുന്നോ? നേരെ നോക്കിയിരുന്നോ? ഈ 2 ക്വസ്റ്റ്യൻ കൺഫ്യൂഷൻ വരാൻ സാധ്യതയുള്ള 2 ക്വസ്റ്റ്യൻസുകളാണ്. ഇപ്പൊ ഇവിടെ നേരെ നോക്കിക്കോ. 5n + 2ന്റെ ഫസ്റ്റ് ടൈം എന്താ? ഒന്ന് പറഞ്ഞോ. ഇതിന്റെ ഫസ്റ്റ് ടൈം എന്താ? 7. ബുദ്ധിമുട്ടില്ലല്ലോ. ഇതിന്റെ കോമൺ ഡിഫറൻസ് എന്താ? 5. നേരെ മറിച്ച് ഇങ്ങനെ വരുന്ന സിറ്റുവേഷനുകളിൽ നല്ല കൺഫ്യൂഷൻ വരും. ഇങ്ങനെ വരുന്ന സിറ്റുവേഷനുകളിൽ നേരെ പഠിച്ചു വെച്ചോളൂ. ഇതിന്റെ ഫസ്റ്റ് ടൈം എന്താണെന്നറിയോ? ഫസ്റ്റ് ടൈം കുഴപ്പമില്ല, ഈ n-ന്റെ അവിടെ ആരുമില്ലെങ്കിൽ ഒന്നിട്ട് കൊടുക്കാം. ഫസ്റ്റ് ടൈം നിങ്ങളൊന്ന് പറഞ്ഞാൽ ഇതിന്റെ ഫസ്റ്റ് ടൈം എന്താ? 3 1 കൂട്ടുക, നേരത്തെ പോലെ തന്നെ. എത്ര? 4. എഴുതിക്കോട്ടോ, ഒപ്പം എഴുതിക്കോ. 4. ബുദ്ധിമുട്ടില്ലല്ലോ? ബുദ്ധിമുട്ടുണ്ടോ? ഫസ്റ്റ് ടേം 4. ഇനി നിങ്ങളൊന്ന് പറഞ്ഞ മക്കളെ, ഇതിന്റെ കോമൺ ഡിഫറൻസ് എത്ര? കോമൺ ഡിഫറൻസ് 3 അല്ലേ? അല്ലേ? എന്നാ അല്ല. നേരെ ശ്രദ്ധിച്ചോ. ഇവിടെ n² ഒപ്പുള്ള ആളില്ലേ, അയാളെ ഡബിൾ ആണ് കോമൺ ഡിഫറൻസ്.
ക്വസ്റ്റ്യനും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായോ? ഇങ്ങനെ n സ്ക്വയർ വരുന്ന സിറ്റുവേഷനുകളിൽ n സ്ക്വയറിന്റെ ഒപ്പം ഒരാളില്ലേ, അയാളെ നേരെ ഡബിൾ എടുത്ത് എഴുതുക. റെഡിയാണോ? എന്നാ ഞാനിവിടെ ഒരു ക്വസ്റ്റ്യങ്ങളോട് പറയുകയാണ്, ഞാൻ പറയുന്ന ആൾക്കാർ പറയണം 5n സ്ക്വയർ പ്ലസ് 2n. വാട്ട് ഈസ് ഫസ്റ്റ് ടേം? ഇതിലെ ഫസ്റ്റ് ടേം എത്ര? ഫസ്റ്റ് ടേം എത്ര? 7. കോമൺ ഡിഫറൻസ് എത്ര? 10. ബുദ്ധിമുട്ടില്ലല്ലോ? എങ്കിൽ ഞാൻ ഒന്നും കൂടി പറയുകയാണ്, ഒരു എക്സാമിന് ചോദിച്ച ടഫ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ. n സ്ക്വയർ പ്ലസ് n ഫസ്റ്റ് ടേം എന്താ? കോമൺ ഡിഫറൻസ് എന്താ? ഫസ്റ്റ് ടേം എന്താ? ഇവിടെ ആരുമില്ല 1 ഇട്ട് കൊടുക്കുക, ഇവിടെ ആരുമില്ല 1 ഇട്ട് കൊടുക്കുക അല്ലെ? ഫസ്റ്റ് ടേം 1 പ്ലസ് 1 2. കോമൺ ഡിഫറൻസ് എന്താ? 2. n സ്ക്വയറിന്റെ ഒപ്പമുള്ള ആളെ ഡബിൾ. n സ്ക്വയറിന്റെ ഒപ്പമുള്ള ആളെ ഡബിൾ ആണ് എഴുതേണ്ടത്. ഇവിടെ n സ്ക്വയർ ഇല്ലേ, അതിന്റെ ഒപ്പമുള്ള ആളെ ഡബിൾ അല്ല ഇവിടെ എഴുതിയത്. ക്ലിയർ ആണോ? ഇവിടെ കോമൺ ഡിഫറൻസ് ചോദിച്ചാലേ n സ്ക്വയർ ഇല്ലേ, n സ്ക്വയർ അതിന്റെ ഒപ്പമുള്ള ആളെ ഡബിൾ ആണ് എഴുതേണ്ടത്. ഇതില് സം ഓഫ് ഫസ്റ്റ് 2 ടേംസ് എന്ന് ചോദിച്ചാൽ എന്നിന്റെ അവിടെ എന്ത് കൊടുത്താൽ മതി? എന്നിന്റെ അവിടെ എന്ത് കൊടുത്താൽ മതി? 2. വേഗം കൊടുത്തോ. ഫസ്റ്റ് 2 ടേംസ് എന്ന് പറഞ്ഞാൽ എന്നിന് 2 കൊടുക്കുക. n കാണുന്നിടത്തൊക്കെ 2 കൊടുക്കുക. 3. 2 സ്ക്വയർ എന്നുള്ളിടത്ത് എന്താ കൊടുക്കുക? 2 സ്ക്വയർ പറടാ 4 പ്ലസ് 2. വേഗം ആൻസർ എടുക്കുക. എത്ര? 14 കിട്ടിയോ? ഓൾജിബ്രായിക് ഫോം എഴുതാൻ എന്താണ് ഓൾജിബ്രായിക് ഫോം എഴുതാനുള്ള ഇക്വേഷൻ? xn is equal to dn plus f minus d. മക്കളെ നിങ്ങൾ ഇതൊന്നും എഴുതി, ഇതൊക്കെ നിങ്ങൾ തെറ്റും. കാരണം എന്താണെന്നറിയോ? നിങ്ങൾ ഇവിടെ കോമൺ ഡിഫറൻസ് ചോദിക്കുമ്പോഴേ തന്നെ 3 എഴുതിയിട്ടുണ്ടാവും. മനസ്സിലായില്ലേ? ഇവിടെ നിങ്ങളെ എക്സാമിന് കോമൺ ഡിഫറൻസ് ചോദിക്കുമ്പോൾ 3 എഴുതിയിട്ടുണ്ടാവും. അപ്പൊ പിന്നെ ഇത് ശരിയാവുമോ? ഇതും തെറ്റും. അങ്ങനെയാണ് എക്സാമിന് മുഴുവൻ മാർക്കും പോവല്. ശരിക്കും നിങ്ങൾക്ക് ഓൾജിബ്രായിക് ഫോം അറിയുന്നതായിരിക്കും, പക്ഷെ അതിന് മാർക്ക് കിട്ടൂല. കാരണം എന്താ? എ ക്വസ്റ്റ്യൻ ശരിയായാലേ ബി ക്വസ്റ്റ്യൻ ശരിയാവുള്ളൂ. മനസ്സിലായോ? യെസ്. ഇവിടെ കോമൺ ഡിഫറൻസ് 3 എഴുതിയ തെറ്റൂലേ? യെസ്. ഡി എന്നുള്ളടത്ത് എന്താ എഴുതേണ്ടത്? നിങ്ങൾ സ്വന്തം ഒന്ന് കണ്ടുപിടിച്ച ഓൾജിബ്രായിക് ഫോം കിട്ടിയോ? എത്ര? ഡി എന്നുള്ളടത്ത് കൊടുക്കേണ്ടത് 6. സോ 6n. എഫ് എന്നുള്ളടത്ത് എന്താ കൊടുക്കേണ്ടത്? 4. ഡി എന്നുള്ളടത്ത് എന്താ കൊടുക്കേണ്ടത്? 6. സോ 6n എഴുതുന്നു. 4 എന്ന് 6 കുറക്കുന്നു. -2. പ്ലസും മൈനസും വന്നാൽ എന്തിടുന്നു? മൈനസ്. 6n - 2. 6n - 2. ബുദ്ധിമുട്ടില്ലല്ലോ? അടുത്ത ക്വസ്റ്റ്യൻ വായിച്ചൊന്നും നോക്കണ്ട. എനിക്ക് നിങ്ങളെക്കാൾ ടയേർഡ് ഉണ്ടാവും. നിങ്ങൾക്കാണോ കൂടുതൽ ടയേർഡ് ഉണ്ടാവുക? എന്നിട്ട് ഞാനിവിടെ എന്തിനാ ക്ലാസ് എടുക്കുന്നത്? എനിക്കിപ്പോ അവിടെ സുഖമായി പോയി കിടന്നുറങ്ങിയ എന്നോട് ആരെങ്കിലും പറയോ വന്നിട്ട് ക്ലാസ് എടുക്കുന്നത്? ഇല്ല. ഞങ്ങൾ അങ്ങോട്ട് വിളിച്ചിരുത്തിയതല്ലേ ഞാൻ വരാന്ന് പറഞ്ഞിട്ട്. അപ്പൊ ക്ലാസ് കേട്ടേ പറ്റുള്ളൂ, പഠിച്ചേ പറ്റുള്ളൂ. A+ എന്നൊക്കെ വേണം. നേരെ നോക്കിയിരുന്നു. ഒന്നും വിചാരിക്കണ്ട കേട്ടോ. ഇനി നമ്മൾ ഇങ്ങനെ പഠിപ്പിക്കലൊന്നും ഉണ്ടാവില്ലല്ലോ, അതുകൊണ്ടാണ്. നേരെ പഠിച്ചോ. നിങ്ങൾ ഇനി കുറച്ചൊക്കെ കഴിഞ്ഞിട്ട് +1 എത്തുമ്പോൾ നിങ്ങൾ കൊതിക്കും ഇങ്ങനെയൊക്കെ ഒരു ക്ലാസ് കിട്ടിയിരുന്നെങ്കിൽ എക്സാമിന്റെ അന്ന്. നേരെ നോക്കിക്കോ. പെരിമീറ്റർ എന്ന് പറഞ്ഞ 80
പഠിച്ചു വെച്ചോളൂ. വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. ഇതൊന്ന് സ്വന്തം ചെയ്യാൻ പറ്റുന്നവരൊന്ന് ചെയ്തു നോക്കൂ. പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ ഇതിന്റെ കൂടെ എഴുതിക്കോളൂ. പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ 80 ബുദ്ധിമുട്ടുണ്ടോ? ഏരിയ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 396. ബുദ്ധിമുട്ടുണ്ടോ? എടാ പഠിച്ചു വെച്ചോളൂ, ഇത് മനസ്സിൽ ഉറപ്പിച്ചു വെച്ചോളൂ. പെരിമീറ്റർ എന്താണോ വരുന്നത് അതിന്റെ നേരെ ഹാഫ് ആയിരിക്കും L+B. മനസ്സിൽ ഉറപ്പിച്ചോ. പെരിമീറ്റർ എന്താണോ വരുന്നത് അതിന്റെ നേരെ ഹാഫ് ആയിരിക്കും എന്ത്? L+B. പെരിമീറ്ററിന്റെ ഹാഫ് ആയിരിക്കും എന്ത്? L+B. ഇനി L ചോദിച്ചാൽ വീണ്ടും ഹാഫ് എഴുതണം, 20 + x. B ചോദിച്ചാലോ 20 - x. റൂള് മനസ്സിലായോ? അങ്ങനെയാണെങ്കിൽ ഞാൻ വേറൊന്ന് പറയുകയാണ്, നിങ്ങളൊന്ന് ഉണ്ടാക്കിക്കാം. പെരിമീറ്റർ 40. നിങ്ങളൊന്ന് പറഞ്ഞ വാട്ട് ഈസ് L+B? വാട്ട് ഈസ് L+B? വെരി ഗുഡ്. വാട്ട് ഈസ് L? 10 + x. വാട്ട് ഈസ് B? പഠിഞ്ഞോ? പഠിഞ്ഞില്ലേ? യെസ്. സോ നേരെ നോക്കിക്കോളൂ. 10 - x കാര്യം ഇവിടെ വരിക കേട്ടോ. പഠിഞ്ഞില്ലേ? ഓക്കെ അല്ലേ? സോ പെരിമീറ്റർ വെച്ചിട്ടാണ് ഞാൻ തുടങ്ങിയത്. ഇനി എന്താണ് അടുത്തത് ചെയ്യേണ്ടത്? അടുത്തത് എന്താ ചെയ്യേണ്ടത്? ഏരിയ. എന്താണ് ഏരിയ കാണാനുള്ള ഇക്വേഷൻ? നിങ്ങളൊന്ന് പറഞ്ഞ ഏരിയ കാണാനുള്ള ഇക്വേഷൻ എന്താ? L × B. ഇതാണ് മക്കളെ ഏരിയ. L × B എന്നുള്ളതാണ് എന്ത്? ഏരിയ. L എന്ന സ്ഥലത്ത് എന്തെഴുതണം? 20 + x. ബ്രെഡ്ത്ത് എന്ന സ്ഥലത്ത് എന്തെഴുതണം? 20 - x. ഏരിയ എന്ന സ്ഥലത്ത് എന്തെഴുതണം? 396. പഠിഞ്ഞോ? ഒന്നുകൂടി പറയണോ? എവിടുന്ന L 20 + x ആണെന്ന് മനസ്സിലായത്? ഇവിടെ കിട്ടിയിട്ടുണ്ട് 20 + x. ഇവിടെ കിട്ടിയിട്ടുണ്ട് കണ്ടോ? B എന്നുള്ള 20 - x ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഇത് മക്കളെ ഒരു ഇക്വേഷൻ ഉണ്ട്. ഇത് A ഇത് B എന്നൊക്കെ പറഞ്ഞ ഒരു ഇക്വേഷൻ ഉണ്ട്. ഇത് A + B × A - B വന്നാൽ എന്താ ഇക്വേഷൻ? A² - B². സോ ഇവിടെ എന്തെഴുതണം? 20² - x² എന്നെഴുതണം. ഇങ്ങനെ വന്നാൽ എന്തെഴുതേണ്ടത്? 20² - x² = 396. ഈ സ്പീഡിൽ പറഞ്ഞു പോകുക കേട്ടോ. 20ന്റെ സ്ക്വയർ എത്രയാണ്? 400 - x² = 396. ഇതിൽ ഒരേപോലത്തെ 2 ചങ്കുകൾ ഉണ്ട്. ആരൊക്കെയാണ് ഒരേപോലത്തെ 2 ചങ്കുകൾ? 400ന്റെ ലോവർ ആരാ? 396. ഇവർക്ക് രണ്ടാൾക്കും ഒരു സ്ഥലത്ത് ഇരിക്കാൻ ആഗ്രഹം ഉണ്ടാവും. അപ്പൊ നമ്മൾ എന്താ ചെയ്യുക? ഒരുമിപ്പിക്കും. കണ്ടോ? രണ്ടാൾക്കും ഒരുമിച്ചിരിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക? ഒരു സ്ഥലത്ത് അവരെ കൊടുത്തിരുത്തും. കണ്ടോ? 400ന് 396നെയും ഒരു കൊടുത്തിരുത്തി. ഇവിടെ ഒരാളുണ്ട്, ആര്? x². അയാൾ അപ്പുറത്തേക്ക് പറഞ്ഞയച്ചു. സോ 400 396 മൈനസ് ഇത് എത്ര? 4. x² 4 ആണെങ്കിൽ x എന്താ? x² 4 ആണെങ്കിൽ x എന്താ? 2. സോ x 2. ഇതുവരെ എഴുതി കഴിഞ്ഞാൽ നിങ്ങളെ മാർക്ക് പോകും. കാരണം ഇതും കൂടി എഴുതണം. ലെങ്ത് ഇതിലോടത്ത് എത്ര എഴുതുക? 20 + x. എത്ര? 20 + 2. ആൻസർ എത്ര? 22. ബ്രെഡ്ത്ത് 20 - 2 എത്ര? 20 - x അല്ലേ? അപ്പൊ 20 - 2 എത്ര വരിക? 18. ക്ലിയർ അല്ലേ? നോക്കൂ. അടുത്ത ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ.
നടക്കട്ടെ. അടുത്ത് ഇതാ ഇൻ റേഡിയസ് കാണാൻ ഓർമ്മ ഉണ്ടോ? എങ്ങനെയാണ് ഇൻ റേഡിയസ് കാണാനുള്ള ഇക്വേഷൻ? R is equal to root of ഒന്ന് വേഗം സ്പീഡ് ചെയ്യന്റെ മുമ്പ് ഓവർടേക്ക് ചെയ്ത് ചെയ്യേ s മൈനസ് a ഇൻറ്റു s മൈനസ് b ഇൻറ്റു s മൈനസ് c ബൈ s. വേഗം ചെയ്യ. s എന്ന് പറഞ്ഞാൽ എല്ലാ സൈഡും കൂടി ആഡ് ചെയ്യുക, ബൈ 2 ചെയ്യുക. എത്ര എസ് എങ്ങനെയാണ്? 8ഉം 15ഉം 17ഉം ആഡ് ചെയ്യാം. എത്ര? 40. അതിന്റെ പകുതിനെ പറയുന്ന പേരാണ് എസ്. മനസ്സിലായോ? എസ് എങ്ങനെയാണ്? എല്ലാ സൈഡും കൂടി ആഡ് ചെയ്യാം, ബൈ 2 ചെയ്യാം. മനസ്സിലായോ? അടുത്ത എസ് മൈനസ് എ എങ്ങനെയാണ്? എസ് ഇതാണ് എ, ഇതാണ് ബി, ഇതാണ് സി. എസ് മൈനസ് എ എങ്ങനെയാണ്? 20 8 കുറക്കുക. എത്ര? 12. അടുത്ത് എസ് മൈനസ് ബി എങ്ങനെയാണ്? 20 15 കുറക്കുക. എത്ര? 5. എസ് മൈനസ് സി എങ്ങനെയാണ്? 20 17 മൈനസ് ചെയ്യുക. എത്ര? 3. സോ വേഗം ചെയ്തോളൂ. 12 5 3 ബൈ എസ് എത്ര? എസ് 40 20 അല്ലേ? യെസ്. വേഗം കട്ട് ചെയ്യാം. ഇതിൽ ഏതൊക്കെ കട്ട് ചെയ്യാൻ പറ്റുക? 5ഉം 20ഉം കട്ട് ചെയ്യാം. 5ൽ എത്ര 5 ഉണ്ട്? 1. 20ൽ എത്ര ഉണ്ട്? 4. സോ 12 ഇൻറ്റു 1 ഇൻറ്റു 3 ബൈ 4. 4ഉം 12ഉം കൂടി കട്ട് ചെയ്യാം. എത്ര? 3 അല്ലേ? ഇവിടെ 3 അല്ലേ വരിക? സോ 3 ഇൻറ്റു 3 എത്ര? 9. 9ന്റെ റൂട്ട് എത്ര? 15. അടുത്ത ക്വസ്റ്റ്യൻ മക്കളെ, അടുത്ത ക്വസ്റ്റ്യൻ ഇവിടെ ഒരു ക്വസ്റ്റ്യൻ വിട്ടിട്ടുണ്ട്, ഒരു ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ വിട്ടിട്ടുണ്ട്. ഓൾജിബ്രായിക് ഫോം എഴുതിക്കാം. ഇതിന്റെ ഓൾജിബ്രായിക് ഫോം വേഗം കണ്ടുപിടിച്ചാൽ 18ാമത്തെ ക്വസ്റ്റ്യൻ. ഓൾജിബ്രായിക് ഫോം വേഗം കണ്ടുപിടിച്ചാൽ സ്പീഡിൽ. ഓൾജിബ്രായിക് ഫോം വേഗം കണ്ടുപിടിച്ചാൽ എത്ര കിട്ടണം? എത്ര കിട്ടി? 4n+3 ആണോ? യെസ്. ഇതിന്റെ മീനിങ് എന്താണെന്നറിയോ? ഇതിന്റെ റിമൈൻഡർ എത്രയാണ് എന്നാണ് മീനിങ്. 3. റിമൈൻഡർ എത്രയാണ്? 3. കോമൺ ഡിഫറൻസ് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 3 ആണെന്നാണ് മീനിങ്. മനസ്സിലായോ?
ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇതിനെ 11 കോമൺ ഡിഫറൻസ് ഔട്ട് ഒന്ന് ഡിവൈഡ് ചെയ്ത് നോക്ക്. റിമൈൻഡർ എത്ര കിട്ടും നോക്ക്. 2 × 4 8. റിമൈൻഡർ എത്ര കിട്ടണം? ഇവിടെ ഉള്ള റിമൈൻഡർ കിട്ടുക. അടുത്ത 15 4 ഡിവൈഡ് ചെയ്ത് നോക്ക്. റിമൈൻഡർ എത്ര വരുന്നത് നോക്ക്. എത്ര വരുന്നത്? എത്ര വരുന്നത്? 3 തന്നെ വരിക. ഒന്നുമില്ല, ഈ റിമൈൻഡർ എന്ന് പറഞ്ഞാൽ ഇവിടെ ഉള്ളതേക്കാരം റിമൈൻഡർ എന്ന് മനസ്സിലാക്കുക. ഓക്കെ, ഈ എൻഡിലുള്ളതേക്കാരം. അല്ലെങ്കിൽ ഇതിനങ്ങനെ ഡിവൈഡ് ചെയ്ത് നോക്കി 11 കോമൺ ഡിഫറൻസ് കൊണ്ട് ഡിവൈഡ് ചെയ്യുക. റിമൈൻഡർ എത്രയാണ് നോക്കുക. പ്രൂവ് ദാറ്റ് നോ പെർഫെക്റ്റ് സ്ക്വയർ ടേം ഇൻ ദി സീക്വൻസ് എന്ന് പറഞ്ഞാൽ ഇതിന് ഹോൾ സ്ക്വയർ ആണ് ചെയ്യേണ്ടത്. 4n + 3 ഹോൾ സ്ക്വയർ ചെയ്യുക. a + b ഹോൾ സ്ക്വയർ ചെയ്യൂലേ, അതേപോലെ എങ്ങനെയാണ് a + b ഹോൾ സ്ക്വയർ ചെയ്യുക? 4n സ്ക്വയർ എങ്ങനെയാണ്? 4n സ്ക്വയർ എങ്ങനെ എന്താണ്? 16n സ്ക്വയർ. ക്ലിയർ അല്ലേ? പ്ലസ് 9 സ്ക്വയർ അല്ല, a + b ഹോൾ സ്ക്വയർ ചെയ്യുമ്പോൾ ഈ 2 × 4 × 3 ചെയ്യണം. a + b ഹോൾ സ്ക്വയറിന്റെ ഇക്വേഷൻ എന്താ? a² + 2ab + b സ്ക്വയർ ആണ് ഇക്വേഷൻ. ഇതിന്റെ സ്ക്വയർ ചെയ്തു. ഈ 2നെ a കൊണ്ട് b കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ 2 × 4 × 3 എത്ര? 2 × 4 × 3 എത്ര വരിക? 2 × 4 8. 8 × 3 24n പ്ലസ് എത്ര വരിക? 9. റെഡി അല്ലേ? ഇതിലെല്ലാ ടേമിലും ആരാണ് കോമൺ? n ഉണ്ടോ എല്ലാ ടേമിലും? ഇതെല്ലാം 4ന്റെ മൾട്ടിപ്പിൾ ആണ്. സോ ഇവിടെ ഈ 9 എഴുതുന്നതിന് പകരം 8 + 1 എന്ന് എഴുതാം. അപ്പൊ ഇതുവരെ ഉള്ളതൊക്കെ എന്തിന്റെ മൾട്ടിപ്പിളായി? 4ന്റെ മൾട്ടിപ്പിളായി. ഒന്ന് പറഞ്ഞ, ഇത് 4ന്റെ മൾട്ടിപ്പിൾ ആണ്. ഇത് 4ന്റെ മൾട്ടിപ്പിളിന്റെ കൂടെ എത്ര കൂട്ടിയതാണ്? 1 കൂട്ടിയതാണ്. അപ്പൊ ഇവിടെ റിമൈൻഡർ എന്താ വരുന്നത്? 1. അങ്ങനെ റിമൈൻഡർ 1 വരാൻ പറ്റുമോ? എന്താ വരേണ്ടത്? 3 ആയിരുന്നു വരേണ്ടത്. റെഡി അല്ലേ? യെസ്. ഈ 9 കണ്ടോ, ഇവിടെയൊക്കെ 4ന്റെ മൾട്ടിപ്പിൾ ആയതുകൊണ്ട് ഇതും 4ന്റെ മൾട്ടിപ്പിൾ ആക്കി എഴുതുകയാണ് വേണ്ടത്. മനസ്സിലാവാൻ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടാവും. റിപ്പീറ്റ് ചെയ്ത് പഠിച്ചിട്ടുണ്ടാവും. സ്പീഡ് 21ാമത്തെ ക്വസ്റ്റ്യൻ. 21ാമത്തെ ക്വസ്റ്റ്യൻ. ഒരു ട്രയാങ്കിൾ ഉണ്ട്, ABC എന്ന് പറഞ്ഞൊരു ട്രയാങ്കിൾ തന്നിട്ടില്ല. അപ്പൊ നമ്മൾ വരയ്ക്കുക. AB C പറഞ്ഞോ. AB എത്ര? ഇതിൽ ട്രയാങ്കിൾ തന്നിട്ടില്ല. ട്രയാങ്കിൾ തന്നിട്ടില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക? വരയ്ക്കുക. AB 11. ബുദ്ധിമുട്ടുണ്ടോ? അടുത്ത AC 8. അടുത്ത A 60. ക്വസ്റ്റ്യൻ ഹൈറ്റ് കാണാനാണ്. ഹൈറ്റ് ഇതിൽ വരച്ചു തന്നിട്ടില്ല. അപ്പൊ നമ്മൾ എന്ത് വരച്ചു കൊടുക്കുക? ഹൈറ്റ് വരച്ചു കൊടുക്കുക. എടാ ഇനി വെരി സിമ്പിൾ ആണ്. 90ക്ക് ഓപ്പോസിറ്റ് 8 ആണെങ്കിൽ ഇവിടെ 30 വരും. 30ക്ക് ഓപ്പോസിറ്റ് എന്തൊക്കെ? 90ക്ക് ഓപ്പോസിറ്റ് 8 ആണെങ്കിൽ 30ക്ക് ഓപ്പോസിറ്റ് എന്തൊക്കെ? 4. ഇത്ര ഈസിയാണ് ക്വസ്റ്റ്യൻ. 60ക്ക് ഓപ്പോസിറ്റ് 4√3. ഹൈറ്റ് എന്താണ്? 4√3. സിമ്പിൾ ബട്ട് പവർഫുൾ ക്വസ്റ്റ്യൻ. സിമ്പിൾ അല്ലേ? ഇങ്ങനത്തെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾ വായിച്ച പെട്ടെന്ന് എഴുതാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആണ്. അടുത്ത് ഇതിന്റെ ഏരിയ കാണണം. ഏരിയ കാണാനുള്ള ഇക്വേഷൻ എന്താ? ട്രയാങ്കിളിന്റെ ഏരിയ കാണാനുള്ള ഇക്വേഷൻ എന്താ? ഹാഫ് ഇൻറ്റു ബി ഇൻറ്റു എച്ച്. ഹാഫ് ഇൻറ്റു ബി എത്ര? ബി എത്ര? ബേസ് എത്ര? ഇതില് 11. ബേസ് 11. എച്ച് എത്ര? എച്ച് എത്ര? 4√3. ക്ലിയർ അല്ലേ? ഇതിൽ ഏതോ രണ്ടെണ്ണം കട്ട് ചെയ്യാം. ഏതാ? 2ഉം 4ഉം കട്ട് ചെയ്യാം. ആൻസർ എന്താ വരിക? 22√3. 22√3. എങ്ങനെ 22 കിട്ടിയത്? 11 × 2 ചെയ്യാം. കഴിഞ്ഞു കേട്ടോ. കഴിഞ്ഞു. നിർത്തണം. 5 ടു. ഇതിൽ ഒരു പ്രൂഫും കൂടി ഉണ്ട്. ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒരു പ്രൂഫും കൂടി ഉണ്ട്. നടക്കട്ടെ. ഇതൊന്ന് നോക്ക്. പിന്നെ മക്കളെ, ഈ പാരലൽ സൈഡ്സിന്റെ ഇതും 4 ആണെങ്കിൽ ഇതൊക്കെ ഈസി ക്വസ്റ്റ്യൻ ആയതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു പോകുന്നത്. ഇതും ആഡ് ചെയ്താൽ എത്ര?
8. അതന്നെ ആയിരിക്കും ഇതും ആഡ് ചെയ്താൽ പാരലൽ സൈഡ്സിന്റെ സം എത്രയെന്ന് ചോദിച്ചാൽ ആൻസർ എത്ര എഴുതിയാൽ മതി? 8. മനസ്സിലായോ? ഇതും ആഡ് ചെയ്തത് എത്രയാണോ അതന്നെ ആയിരിക്കും ഇതും ആഡ് ചെയ്തത്. യെസ്. ഒരൊറ്റ കൂടിയും വെവ്വേ നോക്കിക്കോ, എന്റെ കൂടെ എഴുതിക്കോ, എന്നാലേ കിട്ടുള്ളൂ. ഇവിടെ എക്സ് ആണ്, ഇവിടെ എക്സ് ആണ്, ഇവിടെ എക്സ് ആണ്, ഇവിടെ എക്സ് ആണ്. ഈ എക്സും എത്രയാണ്? എ എത്രയാണെന്നാണ് ക്വസ്റ്റ്യൻ. എ എത്രയാണെന്ന് വെച്ചാൽ ആൻസർ എന്താ എഴുതുക? നേരെ നോക്കിക്കോട്ടോ. ഇങ്ങനെയാണ് സിമ്പിൾ ആയിട്ട് എഴുതാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ 100 ഉണ്ട്. ഇതിന്റെ ഉള്ളിൽ 150 ആവാൻ എത്ര കൂടെ വേണം? 80 വേണം. വേണ്ടേ? 80 വേണ്ടേ? വേണ്ടേ? അപ്പൊ ഇതും കൂട്ടിയാൽ എത്രക്കാരം? 80 അല്ലേ? ഈ എക്സും കൂട്ടിയ 80 അല്ലേ? അങ്ങനെയാണെങ്കിൽ ഈ എക്സും കൂട്ടിയാലും എന്ത് തന്നെയാണ്? 80. സിമ്പിൾ. അപ്പൊ എ എത്രയാണ്? 40. എ എത്രയാണ്? എക്സും കൂട്ടിയാൽ എത്രയാണ്? ഈ എക്സും കൂട്ടിയാൽ എത്രയാണ്? 80 അല്ലേ? ഈ എക്സും കൂട്ടിയാലും എന്ത് തന്നെയാണ്? 80. അടുത്ത സി എത്രയാണെന്ന് വെച്ചാൽ എന്താ ചെയ്യുക? ഇത് രണ്ടും കൂടി ആഡ് ചെയ്താൽ എത്ര കിട്ടണം? 180. ഇവിടെ 80 ഉണ്ട്. അപ്പൊ അവിടെ എത്ര? 100. ആൻസർ കിലോ നോക്ക്. ആൻസർ 100 തന്നെ ഇല്ലേ? സി 100 അല്ലേ? നോക്ക്. കറക്റ്റ് അല്ലേ? അടുത്തത് 11 8 അതിന്റെ പി കേട്ടോ. യെസ്.